quickly turn with me to the book of Psalms, സങ്കീർത്തനങ്ങൾ 139, Psalm 139, 139 സങ്കീർത്തനം, അതിൻ്റെ 14 വാക്യം. ഇറ്റ്സ് എ വെരി പവർഫുൾ വേർഡ്. 139 സങ്കീർത്തനം, അതിൻ്റെ 14 വാക്യം. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. Yes, can I read it for you in English? King James versionൽ നിന്നും, I will praise you for I am fearfully and wonderfully made. Marvelous are thy works, and that my soul knows right well. ആവർത്തിച്ചു പറയുന്നു, വായിക്കാൻ ആഗ്രഹിക്കുന്നു. If you have your Bibles, follow it with me. എന്നോട് ചേർന്ന് നിങ്ങളുടെ ബൈബിൾസിൽ, നിങ്ങളുടെ ബൈബിൾ കോപ്പീസിൽ നിങ്ങൾ ശ്രദ്ധയോടെ എന്നോട് ചേർന്ന് ഒന്നുകൂടെ വായിക്കണം. if you can read it out loud with me. മലയാളത്തിലും ഇംഗ്ലീഷിലും കന്നഡയിലും വ്യത്യസ്ത ഭാഷകളിൽ വായിക്കുന്നവർ join me, read it out loud again please with me. ഞാൻ വായിക്കട്ടെ. I will praise you for I am fearfully and wonderfully made. Marvelous are thy works, and that my soul knows right well. Thank you. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. കാര്യം നമ്മുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. നമ്മൾക്ക് ആവശ്യമുള്ള വചനത്തിൻ്റെ ആഴങ്ങൾ കർത്താവ് വെളിപ്പെടുത്തണം. ബട്ട് ബിയോണ്ട് ദാറ്റ് ഇന്ന് ഒരു അഭിഷേകം ഇതിൻ്റെ അകത്ത് വ്യാപരിക്കണം. ആ മൂവ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇതിൻ്റെ അകത്ത് ശക്തമായി വ്യാപരിക്കാൻ. കാര്യം ദൈവം നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത് ആത്മാവിൻ്റെ ചലനത്തിന് വേണ്ടിയുള്ള ഒരു അപ്രോപ്രിയേറ്റ് ബോഡി. ഈ സ്പീക്കറിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ ഈ ഫെൻസിൻ്റെ അകത്ത്, ഈ പുൾപിറ്റിൻ്റെ അകത്ത് ഒരിക്കലും ഒരു ആത്മചലനം ഉണ്ടാകുകയില്ല. കാര്യം ആത്മചലനത്തിനനുസരിച്ചുള്ള ഒരു മെക്കാനിസം, ഒരു ബിൽഡ്, അതിനാവശ്യമുള്ള മെറ്റീരിയൽ, അതിനാവശ്യമുള്ളതൊന്നും അല്ലത്. ഇലക്ട്രിസിറ്റി ഇതിലേക്ക് തൊട്ട് കഴിഞ്ഞാൽ വ്യാപരിക്കുക. ഇറ്റ്സ് എ ബാഡ് കണ്ടക്ടർ. കാര്യം ഇതിൻ്റെ അകത്തോട് ഇലക്ട്രിസിറ്റി വ്യാപരിക്കാത്ത തടി കഷ്ണമായത് എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ സൃഷ്ടിയിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അനോയിൻറ്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നതിൻ്റെ കാര്യം, ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ our eyes must open. എങ്ങനെയാണ് നമ്മളിൽ കൂടെ ആത്മശക്തി വ്യാപരിക്കുന്നത്? സേവ് our soul, നമ്മളുടെ പ്രാണനെ രക്ഷിക്കുവാൻ. സോ പല കാര്യങ്ങൾ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. and now we are going to pray. പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകത്തിൻ്റെ നദി ഇതിൻ്റെ അകത്തോട് ഒഴുകും. ആ നദി ഒഴുകുമ്പോൾ യു ഹാവ് quite many options. പല തിരഞ്ഞെടുപ്പുകളുടെ സാധ്യതകളുടെ നിങ്ങളുടെ മുൻപിലുണ്ട്. ഒന്ന്, ദിസ് റിവർ ഇസ് സോ പവർഫുൾ. ഈ ആത്മനദി ഇതിൻ്റെ അകത്തൂടെ ഇന്ന് ഒഴുകുവാൻ പോകുന്ന ആത്മനദി, ഒറ്റ വാക്ക് മെസ്സേജ് എടുത്തില്ലെങ്കിലും വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ മീ ഈസ് ദറ്റ് സ്പിരിച്വൽ റിവർ. ആത്മനദിയാണ് ഇന്ന് എനിക്ക് കുറച്ചും കൂടെ പ്രധാനപ്പെട്ടത്. I'll tell you why. കാര്യം കഴിഞ്ഞ ദിവസം ഒരു ദേവദാസനോട് ഞാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞു, ബethേലിൽ ഒരു കബേർഡ് എടുത്തിട്ട് അതിൻ്റെ 2 വശത്തോട്ടുള്ള പാളികൾ തുറന്നാൽ ഒരു വശത്ത് യു ഹാവ് ലോട്ട് ഓഫ് ബുക്സ്, അക്കാഡമിക്സ്, സ്റ്റഡീസ് എല്ലാം ഉണ്ട്. മറുവശത്ത് ആ കബഡിൻ്റെ അടുത്ത വശം തുറന്നാൽ യു ഹാവ് ഓയിൽ, എണ്ണയുടെ പകർച്ചയ്ക്ക് ആവശ്യമുള്ള ലോട്ട് ഓഫ് തിങ്സ്. പക്ഷേ ഒരു വശത്തുള്ള ബുക്സ് ആൻഡ് ഇൻഫർമേഷൻ ആൻഡ് സ്റ്റഡി ആൻഡ് എക്സർട്ടേഷൻ അത് മാത്രമായിട്ട് പോകരുത്. പകരം മറുവശത്ത് തുറക്കുമ്പോൾ എണ്ണയുടെ പകർച്ചയും അതുപോലെ ആവശ്യമാണ്. അതുകൊണ്ട് ഇന്ന് ഐ ആം മോർ ഫോക്കസിങ് ടുവേർഡ്സ് ദി അനോയിൻറ്റിങ് സൈഡ്. ആ അനോയിൻറ്റിങ് വന്നു കഴിയുമ്പോൾ നടക്കുന്ന 2-3 കാര്യങ്ങൾ ഞാൻ അദ്ദേഹം പറഞ്ഞ അതേ ഉദാഹരണങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുക. അദ്ദേഹം പറഞ്ഞു, ഒരു സൈക്കിൾ പമ്പ്, അത് ശരിക്ക് അത് പലർക്കും ഇന്ന് സൈക്കിൾ പമ്പ് കണ്ടു കാണത്തില്ല. ആ സൈക്കിൾ പമ്പ് ഇപ്പോൾ പലതും ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്. പണ്ട് കൈകൊണ്ട് പമ്പ് ചെയ്ത് നമ്മുടെ സൈക്കിൾ ടയർ, വ്യത്യസ്ത വാഹനങ്ങളുടെ ടയർ പ്രഷർ നിറയ്ക്കുന്ന ഒരു സൈക്കിൾ പമ്പ് ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ എയർ പമ്പ് ഉണ്ടായിരുന്നു. ആ പമ്പ് വെച്ച് അടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എണ്ണ ഇല്ലെങ്കിൽ അത് അടിക്കുമ്പോഴൊക്കെ അത് സ്റ്റക്കായി പോകും. പകരം ആ എണ്ണ വന്നു കഴിഞ്ഞാൽ എയർ പമ്പ് വെച്ച് കാറ്റ് നിറയ്ക്കുന്നത് പോലെ ഇന്ന് ഇതിൻ്റെ അകത്ത് എണ്ണയുടെ പകർച്ചയാൽ പല വാഹനങ്ങളുടെയും ടയർ പ്രഷർ, തീരെയും കാറ്റില്ലാത്ത ടയറുകളായതുകൊണ്ട് പഞ്ചറായിട്ടില്ല, ഓടുന്നുണ്ട്. പക്ഷേ ലെറ്റ് മീ ആസ്ക് യു ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 4-wheelers or 2-wheelers? റൈഡ് ചെയ്തവർ, ഡ്രൈവ് ചെയ്തവർ, വാഹനങ്ങൾ ഓടിക്കുന്നവർ ഇല്ലെങ്കിൽ ഓടിച്ചിട്ടുള്ളവർ, ലെറ്റ് മീ സീ യുവർ ഹാൻഡ്സ്. ഹൗ മെനി ഓഫ് യു? താങ്ക് യു. പ്ലീസ് പുട്ട് ഓൺ യുവർ ഹാൻഡ്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫോർ ആരും ആൻസർ ചെയ്യേണ്ട. ഈ കരം ഉയർത്തിയവർക്ക് മനസ്സിലാകും, ബാക്കിയുള്ളവർക്ക് ഊഹിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ. ഈ വാഹനങ്ങളുടെ ടയർ പ്രഷർ
തീരെയും കുറഞ്ഞ ഫ്ലാറ്റ് അല്ല, പഞ്ചറായിട്ടില്ല, പക്ഷേ തീരെയും ടയറിൻ്റെ അകത്ത് കാറ്റില്ലെങ്കിൽ ഡു യു നോ വാട്ട് ഹാപ്പൻസ്? പല കാര്യങ്ങൾ നടക്കും. ഒന്ന്, ഫസ്റ്റ് ഗിയർ മാറാൻ പറ്റത്തില്ല, ഭയങ്കര ഡ്രാഗ് ആയിരിക്കും. എത്ര എൻജിൻ പവർ, ആക്സിലേറ്റർ എത്ര ചവിട്ടിയാലും വണ്ടി വലിക്കത്തില്ല, ഭയങ്കര സ്ലോ ആയിട്ട് പോകും. രണ്ട്, ആ സ്ലോ ആയിട്ട് പോകുന്ന വണ്ടിക്കകത്ത് 1 ലിറ്റർ പെട്രോൾ ഒഴിച്ചാൽ അഥവാ 15 കിലോമീറ്റർ തരുന്ന മൈലേജ് തരുന്ന വാഹനമാണെങ്കിൽ ടയർ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പക്ഷേ അത് 10 കിലോമീറ്ററോ 6 കിലോമീറ്ററോ മൈലേജ് കണ്ടമാനം കുറയും. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ആരുടെയെങ്കിലും വാഹനത്തിൻ്റെ ടയർ പ്രഷർ കുറഞ്ഞിരിക്കുന്നത് പോലുണ്ടെങ്കിൽ ഇന്ന് ഈ അനോയിൻറ്റിങ്ങിൽ ചിലരുടെ ടയർ പ്രഷർ വർദ്ധിച്ചിരിക്കും. So that's why I'm focusing more on that. Of course, ബൈബിളിനകത്തുള്ള ആശയങ്ങൾ ഇന്ന് പറയും, we are wonderfully and fearfully made, our souls, നമ്മുടെ പ്രാണനെ രക്ഷിക്കുവാൻ ഇന്ന് വചനത്തിന് ശക്തിയുണ്ട്. എങ്കിലും ഇതിൻ്റെ അകത്ത് ഒരു ആത്മശക്തിയുടെ പകർച്ച ഉണ്ടാകണം. അങ്ങനെ ആത്മനദിയുടെ പകർച്ച വരുമ്പോൾ we have many options. ഒന്ന്, you can just stand aside and watch. ചിലർ ക്രിട്ടിക്കലായിട്ട് ശ്രദ്ധിക്കും, എന്തോ അപ്പം ഇങ്ങനെ നടക്കുന്നത്, എന്തോ ആൾക്കാർ ഇങ്ങനെ കിടന്ന് ചാടുന്നത്, എന്തോ ആൾക്കാർ വിവരമില്ലാത്തവരെ പോലെ പ്രതികരിക്കുന്നത്. Is there any meaning to this? Just gibberish? വെറുതെ ഏതാണ്ടൊക്കെ വിളിച്ചു പറയുന്നു, ഒരു പിടിയും കിട്ടുന്നില്ല, ബുദ്ധിക്ക് നിരക്കാത്തതാണ്, വിവരമില്ലാത്തവരെ പോലെ കിടന്ന് ബുദ്ധിയില്ലാത്തവരെ പോലെ പെരുമാറുന്നത് എന്താണ് എന്ന് ക്രിട്ടിക്കലായി നിന്നും കാണുവാൻ സാധിക്കും. മറ്റു ചിലർ ക്രിട്ടിക്കലായിട്ടല്ല, സന്തോഷത്തോടെ ഇത് കാണും. വാട്ട് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഇത്രയും വിദ്യാഭ്യാസവും നല്ല സാഹചര്യമുള്ളവരൊക്കെ അവരുടെ സകലതും മറന്ന് ഇവർ ദൈവത്തെ ആരാധിക്കുന്നില്ല. വണ്ടർഫുൾ. ബട്ട് ദ പ്രോബ്ലം വിത്ത് ദം ഇസ് ദേ ആർ ജസ്റ്റ് സ്പെക്ടേറ്റേഴ്സ്. അവർ കാഴ്ചക്കാരായിട്ട് നിൽക്കുകയാണ്. ചിലർ അടുത്ത ലെവലിലോട്ട് വരും, ആത്മനദിക്കകത്തോട്ട് പെതിയൊന്ന് ഇറങ്ങി തുടങ്ങും. അവർ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സ്പെക്ടേറ്റർ ആൻഡ് പാർട്ടിസിപ്പൻറ്റ്. കാഴ്ചക്കാരും സഹകരിക്കുന്നത് പറയുന്നതിനേക്കാൾ ഭാഗവാക്കുകളാകുന്നവരും തമ്മിലുള്ള വ്യത്യാസം. കാഴ്ചക്കാരെന്ന് പറയുമ്പോൾ യു സ്റ്റേ വിത്ത് യുവർ ഐസ് ഓപ്പൺ, കണ്ണ് തുറന്നിരിക്കും, ദാറ്റ്സ് സ്പെക്ടേറ്റർ. പക്ഷേ ദ മൊമെൻറ്റ് യു വോണ്ട് ടു ഗെറ്റ് ഇൻ ടു ഇറ്റ്, ഫസ്റ്റ് സ്റ്റെപ്പ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കണ്ണങ്ങടയും. കാര്യം യു വോണ്ട് ടു കം ഇൻ ടു a place of experience. ആ അനുഭവത്തിലേക്ക് വരുമ്പോൾ, ആൻഡ് ആരെങ്കിലും കണ്ണ് തുറന്നിരുന്നാൽ പ്ലീസ് ഡോണ്ട് ഗെറ്റ് മീ റോങ്, ഐ എം നോട്ട് കണ്ടemning യു, ആരെയും ഞാൻ കുറ്റം വിധിക്കുകയല്ല. ബട്ട് ദ മൊമെൻറ്റ് യു ഷട്ട് യുവർ ഐസ് ആൻഡ് സേ യെസ് ഐ വോണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദറ്റ് റിവർ, ആദ്യത്തെ പടി അവിടെ ആയിക്കഴിഞ്ഞു. ജസ്റ്റ് ഫർഗെറ്റ് എവറിബഡി എൽസ്, ബാക്കി സകലതും മറന്ന് ആ ആത്മനദിയിലേക്ക് ഞാനൊന്ന് വരിക. അവിടെ മുതൽ ആരംഭിക്കും. ചിലർ നരിയാണിയോളം ടിൽ ദി ആങ്കിൾസ് ആ വെള്ളത്തിൽ നിൽക്കും, ചിലർ മുട്ടറ്റം വെള്ളത്തിലേക്ക് വരും, ചിലർ അരയോളം വെള്ളത്തിൽ, ചിലർ നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ആത്മനദിയുടെ ആഴങ്ങളിലേക്ക് വരും. ബട്ട് ദ ഡിഫറൻസ് ഇസ് ദിസ്, ആരെങ്കിലും ആത്മനദിക്കകത്തേക്ക് വന്നാൽ നിങ്ങളുടെ ജീവിതത്തിന് അനുഭവങ്ങൾ മാറിയിരിക്കും. മൃഗങ്ങൾക്ക് അങ്ങനൊരു കപ്പാസിറ്റി ഇല്ല, പക്ഷേ എന്നെ അത്ഭുതകരമായി ദൈവം സൃഷ്ടിച്ചിരിക്കുകയാണ്. അത്ഭുതകരമായി സൃഷ്ടിച്ചിരിക്കുമ്പോൾ എൻ്റെ ശരീരം, എൻ്റെ പ്രാണൻ, എൻ്റെ ആത്മാവെല്ലാം ഇറ്റ്സ് വേ ഡിഫറെൻറ്റ് മേക്ക് മറ്റൊരു രീതിയിലാണ് ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൻ്റെ പല ഭാഗങ്ങൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രാണനിൽ ഉള്ള പ്രത്യേകതകൾ, ആത്മാവിൽ ദൈവം തരുന്ന പ്രത്യേകതകൾ, ശരീരത്തിൽ ദൈവം തന്നിരിക്കുന്ന പ്രത്യേകതകൾ. അതുകൊണ്ട് വാട്ട് ആർ ദ തിങ്സ് വി മസ്റ്റ് ഡു, അത് പറയുമ്പോൾ എങ്കിലും അതിന് മുൻപേ I want to hop on this. I want to get more attention to this. അധികം ശ്രദ്ധ ഇതിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. നമ്മളുടെ ശരീരങ്ങൾ, നമ്മളുടെ പ്രാണൻ, നമ്മളുടെ ആത്മാവ് ആത്മനദിക്കായി ഇന്ന് ഒരുക്കപ്പെടണം. ഇറ്റ്സ് യുവർ ചോയ്സ്. ആരെങ്കിലും സ്പെക്ടേറ്റേഴ്സായി, ഈവൻ ക്രിട്ടിക്കലായി എന്താ പറയുന്നത്, നല്ല ഉദ്ദേശത്തോടല്ല, ഏതാണ്ട് ഒരു അല്പം ക്രിട്ടിക്കലായി ശ്രദ്ധിച്ചാലും ഇറ്റ്സ് ഓക്കെ ഫോർ അസ്. കാര്യം യു ആർ ഫ്രീ ടു ഒബ്സർവ്, നോ പ്രോബ്ലം. വി വിൽ നോട്ട് സ്റ്റോപ്പ് വാട്ട് വി ആർ ഡൂയിങ്. ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്യും. യു ക്യാൻ ക്രിട്ടിക്, യു ക്യാൻ വാച്ച്, നോ പ്രോബ്ലം. മറ്റാരെങ്കിലും സന്തോഷിച്ചാൽ താങ്ക് യു ഫോർ ബീങ് വിത്ത് അസ് ആൻഡ് മോറലി സപ്പോർട്ടിങ് അസ്. ഞങ്ങളുടെ കൂടെ നിന്ന് അങ്ങനെ സന്തോഷിക്കുന്നതിന് നന്ദി. ബട്ട് ഐ വുഡ് ഏർജ് യു, ഇതിൻ്റെ അകത്ത് കണ്ണടച്ച് കരം തട്ടി സ്തോത്രം ചെയ്യുന്നവരങ്ങനെ, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരങ്ങനെ, അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്നവരങ്ങനെ. ഫോർ ഐ എം ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ്. ആത്മനദിയിലേക്ക് ഒരു വശത്ത് അറിവ് നമ്മൾക്ക് ആവശ്യമാണ്. വിത്തൗട്ട് നോയിങ് യു കനോട്ട് ബിലീവ്, വിത്തൗട്ട് ബിലീവിങ് യു ഹാവ് നോ ഫെയ്ത്ത്. വിശ്വാസമില്ലാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാനോ ജീവിതത്തിൽ ജയാളികളാകാനോ സാധിക്കത്തില്ല. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി നോ, വി ഹിയർ. കേൾക്കണം, ശ്രദ്ധയോടെ കേൾക്കണം. ശ്രദ്ധയോടെ കേട്ടില്ലെങ്കിൽ ഗ്രഹിക്കുകയില്ല, ഗ്രഹിച്ചില്ലെങ്കിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ then there's no point in coming. ഞാൻ വരുന്ന പലരോടും പറയാറുണ്ട്, I think you should stop coming here, go to some place where you understand.
മനസ്സിലാകുന്ന എവിടെയെങ്കിലും പോകണം. കാര്യം മനസ്സിലാക്കിയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ നദിക്കകത്ത് കിടന്ന് ചാടുന്നതിനൊരു അർത്ഥമില്ലാതെ വരും. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ലിസൺ, ദാറ്റ് യു കോംപ്രിഹെൻഡ്. മനസ്സിലാക്കണം, ഗ്രഹിക്കണം. മറുവശം എന്ന് അങ്ങനെയൊക്കെ വരുന്നതിന് മുൻപേ എല്ലാവരുടെ അകത്തും ഒരു തീരുമാനം വരണം. കർത്താവെ, ആത്മനദിക്കകത്തോട്ട് ഞാൻ എടുത്ത് ചാടുവാൻ ആഗ്രഹിക്കുകയാണ്. ആത്മനദിയെ ക്രിട്ടിക്ക് ചെയ്യാനല്ല, ആത്മനദിയെ അപ്രീഷിയേറ്റ് ചെയ്യാനല്ല, ആത്മനദിക്കകത്ത് നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ആഴങ്ങളിലേക്ക് എന്നെ പിടിച്ചു നടത്തത്തക്ക രീതിയിലാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ ആകയാൽ ഐ ജസ്റ്റ് വോണ്ട് ടു ഗെറ്റ് ഇൻടു ദ ഫുൾനെസ് ഓഫ് ദാറ്റ് സ്പിരിച്വൽ റിവർ. ആത്മനദിയുടെ പൂർണ്ണതയിലേക്ക് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നു. ഇന്നങ്ങനെ പറയുന്ന ചിലരുണ്ടെങ്കിൽ യു മേക്ക് വോണ്ട് ടു ക്ലോസ് യുവർ ഐസ്. കണ്ണുകളടച്ച് ഒരു നിമിഷം സ്തോത്രം ചെയ്യുവാൻ ആരംഭിച്ചോട്ടെ. ഇന്ന് ചിലത് നരിയാണിയോടമല്ല, മുട്ടറ്റമല്ല, നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ആത്മനദിയുടെ അളവുകളിലേക്ക് ചിലർ ഇന്ന് വചന ശുശ്രൂഷയുടെ മുൻപിൽ മാറണം. അവരുടെ പഞ്ചറായി കിടക്കുന്നു എന്ന് വിചാരിക്കുന്നത് പോലെ കിടക്കുന്നിടത്തുനിന്ന് കാറ്റിൻ്റെ പൂർണ്ണതയിൽ, ഹല്ലേലൂയ, നിറവിൻ്റെ പൂർണ്ണതയിൽ, വേഗതയിൽ മുന്നോട്ട് പോകുവാൻ, രോഗശക്തികൾ അടിക്കാതെ, രോഗശക്തികൾ പിടിക്കാതെ, രോഗശക്തികൾ അടുത്തു വരാതെ, ആയുധങ്ങൾ വിരോധമായി വരാതെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ചിലരെ ഞങ്ങൾ ആത്മാവിൽ റിലീസ് ചെയ്യുകയാണ്. പല ഭവനങ്ങൾക്കകത്തും രോഗശക്തികൾ കടന്നുകൂടിയിരിക്കുന്നതിന് ഇന്ന് ആത്മാവിൽ ഞങ്ങൾ വെട്ടിക്കളയുകയാണ്. ഇഫ് ഐ എം ടോക്കിംഗ് അബൌട്ട് യു, യു ക്യാൻ സ്റ്റാർട്ട് ടു പ്രൈസ് ദ ലോർഡ്. നിങ്ങളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ സ്റ്റാർട്ട് ടു പ്രൈസ് ദ ലോർഡ്. നിങ്ങളുടെ ഭവനങ്ങൾക്കകത്ത് നിങ്ങളെ പുറത്തു വിടാത്തതുപോലെ ബന്ധിച്ചു കളയുന്ന ഒരു ശക്തിയെ ഇന്ന് ദൈവം ചങ്ങലകളെ പൊട്ടിച്ചു കളയുക, ചങ്ങലകളെ പൊട്ടിച്ചു കളയുക, ചങ്ങലകളെ പൊട്ടിച്ചു കളയുക. ഇന്ന് ചിലരുടെ ജീവിതത്തിൽ പരാജയത്താൽ ബന്ധിച്ചു കളഞ്ഞ ചിലതിനെ ഇന്ന് കർത്താവ് വിടുവിച്ചെടുക്കുകയാണ്. ആത്മനദിക്കകത്തേക്ക് കരണ്ടിയ ചിലർ, ചാടി വീഴേണ്ടിയ ചിലർ ഇന്ന് ആത്മനദിക്കകത്തേക്ക് ചാടി വീഴട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ആത്മനദിക്കകത്തേക്ക് ചാടി വീഴട്ടെ, ചാടി വീഴട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ബ്ലോക്കേജസ്, തടസ്സങ്ങൾ, ഒബ്സ്റ്റക്കിൾസ് യേശുവിൻ്റെ നാമത്തിൽ. ആത്മനദി അതിനെ പൊട്ടിച്ചു കളയുന്നത് പോലെ, ചിതറിച്ചു കളയുന്നത് പോലെ ഗോ ഫോർവേഡ്, മുൻപോട്ട് പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെങ്കടൽ പിളർക്കേണ്ടിടത്ത് ചെങ്കടൽ പിളർക്കുവാൻ, യോർദാൻ പിളർക്കേണ്ടിടത്ത് യോർദാൻ പിളർക്കുവാൻ, വഴിയുണ്ടാകേണ്ടിടത്ത് വഴിയുണ്ടാകുവാൻ. ഗോ ഫോർവേഡ്, മുൻപോട്ട് പോകുക, മുൻപോട്ട് പോകുക, മുൻപോട്ട് പോകുക. Fearfully and wonderfully made. അത്ഭുതകരമായി നിർമ്മിച്ചിരിക്കുകയാൽ ചിലർ മുൻപോട്ട് പോകുവാൻ. ആത്മനദിയുടെ ആഴങ്ങൾ ചിലരുടെ അകത്തേക്ക് വരട്ടെ. Now I command sicknesses and diseases, leave in Jesus name. യേശുവിൻ്റെ നാമത്തിൽ രോഗശക്തികൾ ശരീരങ്ങളെ വിട്ടുമാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. റബ്ബന ഹർജലസ് ബിഖംബലസ്യാദം. Few categories. Yes Lord, yes Lord. anointingന് ഞങ്ങൾ സ്ഥാനം കൊടുക്കുകയാണ്. അഭിഷേകത്തിന് ഞങ്ങൾ സ്ഥാനം കൊടുക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അഭിഷേകത്തിന് ഞങ്ങൾ സ്ഥാനം കൊടുക്കുകയാണ്. ഒബ്സ്റ്റക്കിൾസ് വഴിമാറുവാൻ കൽപ്പിക്കുകയാണ്. അത് രോഗമായിരിക്കും, അത് അടഞ്ഞു കിടക്കുന്ന വാതിലായിരിക്കും. ഷട്ട് ഡോർസ് ഓപ്പൺ അപ്പ്, ഓപ്പൺ അപ്പ്, ഓപ്പൺ അപ്പ്. റബല ഹർജലസ് ബിഖോരിയാൻ. Let my people go forward. എൻ്റെ ജനം മുൻപോട്ട് പോകട്ടെ, എൻ്റെ ജനം മുൻപോട്ട് പോകട്ടെ, എൻ്റെ ജനം മുൻപോട്ട് പോകട്ടെ. അൽബറ പ്രഭാർത്ഥരാശ്യാദൽ ഹർജലസ്യാദൽ. ശബൽ ഹഡമനസ്യാദൽ. ചിലരെ മുൻപോട്ട് വിടാത്തത് അവരുടെ രോഗമായി. റിയലി വോണ്ട് ടു ഡു മെനി തിങ്സ്, പക്ഷേ ആ ശരീരത്തിൻ്റെ വേദനയൊന്നും മാറിയിട്ടില്ല, രോഗമൊന്നും മാറിയിട്ടില്ല, ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വന്നിട്ടില്ലയോ. ഇന്ന് രോഗമെന്ന ആയുധം നിനക്ക് വിരോധമായി ഫലിക്കുകയില്ല. ഇറ്റ്സ് എ വേർഡ്, ഇറ്റ്സ് എ വേർഡ്, ഇറ്റ്സ് എ വേർഡ്. അതിനോട് പ്രതികരിക്കുന്നവർ സ്തോത്രം ചെയ്ത് പിടിച്ചെടുത്തോ. തലവേദന, നടുവേദന, നിസാരവും ചെറുതും വലുതുമായിട്ടുള്ള സകല രോഗശക്തികളും ഇട്ട് തടസ്സപ്പെടുത്തുന്ന ചെറുതും വലുതുമായിട്ടുള്ള സകല തടസ്സങ്ങളും, രോഗത്തിൻ്റെ ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവരെ വെട്ടിക്കളയുകയാണ്. വെട്ടിക്കളയുക, വെട്ടിക്കളയുക, വെട്ടിക്കളയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മനദിക്കകത്തേക്ക് ചിലർ എടുത്തു ചാടുമ്പോൾ കരങ്ങളിൽ കിടക്കുന്ന ചങ്ങലകൾ, കാലുകൾ ആമത്തിൽ കിടക്കുന്നത് പോലെ അനുഭവങ്ങൾ, കാരാഗ്രഹത്തിൻ്റെ അനുഭവങ്ങൾ, എരിഹോ മതിലിൻ്റെ അനുഭവങ്ങൾ, ഇരുമ്പോടാമ്പലുകൾ ബ്രേക്ക് ഓപ്പൺ, പൊട്ടിമാറും. Albarashas Mikorian Dalasiabal. Albara Pravartharasiabal. Thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord. In the mighty name of Jesus.
ഞാൻ ലാസ്റ്റിൽ പറയുവാനിരുന്ന ഒരു ആശയം, ഒരു വചനം ഞാൻ ഇപ്പോഴേ പറയാൻ ആഗ്രഹിക്കും. കാര്യം ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്തതുപോലെ ചില ലെവലിലോട്ട് കർത്താവ് കയറ്റുവാൻ പോകുകയാണ്. അങ്ങനെ ഒരു ലെവലിലോട്ട് കയറുന്നതിന് മുൻപേ ഞാൻ ആദ്യമേ പറഞ്ഞോട്ടെ, കാര്യം എൻ്റെ കയ്യിൽ ഇനിയും പിടിച്ചാൽ കിട്ടുകയില്ല. അതുകൊണ്ട് ആദ്യമേ പറയുകയാണ്, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം ഫലിക്കുകയില്ല. No weapon fashioned against you shall prosper. അതിനെ അർത്ഥശൂന്യമാക്കുകയാണ്. We render it powerless and we render it useless. യേശുവിന്റെ നാമത്തിൽ നിനക്ക് വിരോധമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആയുധങ്ങൾ നിഷ്ഫലമാകട്ടെ. We render it powerless. ഞാൻ ആ വാക്ക് പറയുമ്പോൾ you must understand എന്തിനെ കുറിച്ചായി പറയുന്നത്. ഒന്ന്, again coming back to this, രോഗശക്തികൾ ചിലർക്ക് വിരോധമായിട്ടുള്ള ആയുധമാണ്. കടഭാരങ്ങൾ ചിലർക്ക് വിരോധമായിട്ടുള്ള ആയുധമാണ്. Now by the way, shut doors are not weapons. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ ആയുധമല്ല. അടഞ്ഞു കിടക്കുന്ന വാതിൽ നിന്നെ മുന്നോട്ട് വിടാതിരിക്കുന്ന ആയുധം എന്ന് പറയുമ്പോൾ either to totally destroy you, നിന്നെ തകർത്ത് കളയുവാൻ, ഇല്ലെങ്കിൽ കൊന്നുകളയുവാൻ. ഒരു ബോംബ് വീണ് കഴിഞ്ഞാൽ വീടും പോയി, നാട് മൊത്തം പോയി, പിന്നെ ഭാവിയില്ല, ആഹാരമില്ല, ഒന്നുമില്ല, നശിപ്പിച്ച് കളയുക. ശത്രുവിൻ്റെ ആയുധങ്ങൾ, ബോംബ് ഒരു വെപ്പണ, ഗൺ, തോക്കൊരു വെപ്പണ. അത് വെച്ച് ഉപയോഗിച്ചാൽ ജീവൻ അപായമാണ്. ഇറ്റ്സ് ഡേഞ്ചറസ് അഗൈൻസ്റ്റ് എ ലൈഫ്, കൊന്നുകളയാനുള്ളതാണ്. സോ ആയുധം എന്ന് പറയുമ്പോൾ ഇറ്റ് മേ ബി സിക്നെസ്, രോഗം എന്ന ആയുധം എന്തിനാണ്? നിന്നെ തകർത്ത് കളയാൻ, കൊന്നുകളയുവാൻ. രണ്ട്, കടഭാരവും ദാരിദ്ര്യവും എന്ന ആയുധം, ഇറ്റ്സ് എ വെപ്പൺ. എന്തിനാണ്? നിന്നെ കൊന്നുകളയുവാൻ. ആൻഡ് ദെർ ആർ സോ മെനി സച്ച് വെപ്പൺസ്. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന അനേക ആയുധങ്ങൾ ഉണ്ട്. നിനക്ക് വിരോധമായി ആയുധം ഉണ്ടാക്കുകയില്ലെന്നല്ല, ഉണ്ടാക്കട്ടെ, എത്ര വേണമെങ്കിൽ ഉണ്ടാക്കട്ടെ, പക്ഷേ അതെല്ലാം നിഷ്ഫലമായി തീരും, അതെല്ലാം ഫ്രൂട്ട്ലെസ് ആയിത്തീരും, അതെല്ലാം നിഷ്ഫലമായി തീരും. ഇന്ന് ഞങ്ങൾ വീണ്ടും അത് ആവർത്തിച്ച് പറയുന്നു. നിൻ്റെ ജീവനും ആയുസ്സിനും, നിൻ്റെ കുടുംബത്തിന്, നിൻ്റെ നന്മയ്ക്ക്, നിൻ്റെ അനുഗ്രഹത്തിന് വിരോധമായി തകർത്ത് കളയുവാൻ വന്നിരിക്കുന്ന സകല ആയുധത്തെയും യേശുവിൻ്റെ നാമത്തിൽ നിഷ്ഫലമാണ് എന്ന് ഞങ്ങൾ ആത്മാവിൽ പ്രഖ്യാപിക്കുകയാണ്. And the word needs declaration. അനേക വാഗ്ദത്തങ്ങളുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞത് അനേക വാഗ്ദത്തങ്ങളുണ്ട്. വാഗ്ദത്തങ്ങളിൽ ഒന്നാണ് നീ ദീർഘായുസ്സോടെ നീ ആയിരിക്കും. യു ഹാവ് ലോങ് ലൈഫ്. വാഗ്ദത്തമാ, അവകാശമാ, പക്ഷേ ഇറ്റ് ഹാസ് ടു ബി അപ്രോപ്രിയേറ്റഡ്. അത് ഏറ്റു പറഞ്ഞ് പിടിച്ചെടുക്കണം. ഇറ്റ് ഹാസ് ടു ബി അപ്രോപ്രിയേറ്റഡ് എന്ന് പറഞ്ഞതുപോലെ ഓരോ വാഗ്ദത്തങ്ങളും നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ് അതിനെ പിടിച്ചെടുക്കണം. ഒന്നാമത്തെ വാഗ്ദത്തം ഇന്ന് ആത്മാവിൽ ഞാൻ പറയട്ടെ, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം ഫലിക്കുകയില്ല. ആൻഡ് ഇഫ് വി ഡോണ്ട് അപ്രോപ്രിയേറ്റ് ഇറ്റ്, ചില ആയുധങ്ങൾ ഫലിച്ചെന്നും ഇരിക്കും. സോ വി ഡോണ്ട് വാണ്ട് എനി സച്ച് വെപ്പൺസ്. ഒരായുധവും ഫലിക്കാതിരിക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം ഫലിക്കുകയില്ല. രണ്ടാമത്തെ ഭാഗം, നിനക്ക് വിരോധമായി ഉയരുന്ന സകല മാവിനെയും നീ ന്യായവിസ്താരണത്തിൽ കുറ്റം വിധിച്ചിരിക്കും. വാട്ട് എ പവർഫുൾ വേർഡ്. വി ആർ ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ് എന്ന് പറഞ്ഞാൽ നിന്നെ ഭയക്കത്തക്കതുപോലെ ദൈവം നിന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഇഫ് യു റെക്കഗ്നൈസ് ദാറ്റ്, ശത്രു നമ്മളെ ഭയപ്പെടും. നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ആനയ്ക്ക് അതിൻ്റെ ബലമറിയത്തില്ലെന്നാണ് പറയുന്നത്. ആന അവിടെ നിൽക്കുമ്പോൾ ആനയ്ക്ക് അതിൻ്റെ ബലമറിയത്തില്ല എന്ന് പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മളെക്കുറിച്ച് നമ്മൾക്കറിയത്തില്ല. വി ആർ ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ് എന്ന് ചില ശത്രുക്കളെ നോക്കി പറയണം, നിനക്കറിയത്തില്ല, ഐ എം ഫിയർഫുള്ളി മെയ്ഡ്. ഞാൻ ഒന്ന് ഉണർന്നു കഴിഞ്ഞാൽ നിനക്ക് നിൽക്കുവാൻ കഴിയത്തില്ല, നീ ഓടിയേ മതിയാകൂ. ഐ എം ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ്. അതുകൊണ്ട് ശത്രുവെ നിന്നോട് പറയുകയാണ്, സ്ഥലം വിട്ടോണം, ഓടിപ്പോയിക്കോണം. സോ അഗൈൻ ബിഫോർ വി ഗെറ്റ് ഇൻ ടു ദ വേർഡ്, ഈ രണ്ടാമത്തെ ആശയം പറയട്ടെ. നിനക്ക് വിരോധമായി ഉണ്ടാക്കിയിരിക്കുന്ന ആയുധം ഫലിക്കുകയില്ല. രണ്ട്, നിനക്ക് വിരോധമായി ഉയരുന്ന ചില നാവുകളെയല്ല, അധികാരമില്ലാത്ത നാവുകളെയല്ല. Can I go one step ahead? Pardon me for this expression. പക്ഷേ അഭിഷേകം ഇല്ലാത്ത നാവുകളെയല്ല, നിനക്ക് വിരോധമായി ഉയരുന്ന സകല നാവിനെയും നീ കുറ്റം വിധിക്കുമെന്നല്ല, ന്യായവിസ്താരണത്തിൽ കുറ്റം വിധിക്കും. ഇറ്റ്സ് എ വെരി പവർഫുൾ വേർഡ്, വെരി പവർഫുൾ വേർഡ്. ഒന്ന്, അഭിഷക്തന്മാരായ നമ്മൾ തീരുമാനിക്കണം, ലോർഡ്
it is my duty not to come against anyone that you have not spoken against. ദൈവം വിധിക്കാത്ത ഒരു വ്യക്തിക്ക് വിരോധമായി എൻ്റെ നാവ് ഉയർത്തരുത്. ദാറ്റ്സ് എവറി അനോയിൻറ്റഡ് ടങ്. പക്ഷേ അഭിഷേകമുള്ള നാവാണെങ്കിലും നാവ് ഉയർന്നു കഴിഞ്ഞാൽ, നാവ് അനാവശ്യമായിട്ട് ഉയർന്നു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, നിനക്ക് വിരോധമായി ഉയരുന്ന every single tongue നീ ന്യായവിസ്താരത്തിൽ അതിനെ കുറ്റം വിധിക്കും. So what are the different tongues that rise up against us? ഞാനൊരു 5 6 7 ടങ്സിനെ കുറിച്ച് പറയാം. ഒന്ന്, പരിശുദ്ധാത്മ പ്രേരിതമല്ലാത്ത അന്യഭാഷകൾ. അത് ഒരു നാവ്. നിനക്ക് വിരോധമായി ഉയരുന്ന സകല നാവിനെയും നീ ന്യായവിസ്താരണത്തിൽ കുറ്റം വിധിക്കും. റൈറ്റ്, അവിടെ ഇരിക്കട്ടെ. 2, അപവാദിയുടെ നാവ്. ഉദാഹരണത്തിന്, ഇവൻ നിന്നെ സ്നേഹിക്കുന്നത് വെറുതെയോ? കമോൺ, അവൻ്റെ ചുറ്റുമുള്ള വേലി ഒന്ന് പൊളിച്ചു കള, അവൻ നിന്നെ മുഖത്ത് നോക്കി ദുഷിച്ചു കളയും. അപവാദിയുടെ നാവ്. ഗുണമെടുത്ത്, നല്ല സ്വഭാവമെടുത്ത് അത് കുറ്റമായി പറയുന്ന അപവാദിയുടെ നാവ്, അതിനെയും ദൈവം കുറ്റം വിധിക്കും. ഈ 5 6 7 നാവുകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് ഒടുവിൽ എങ്ങനെ കുറ്റം വിധിക്കുമെന്ന് പറഞ്ഞ് വി ആർ ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ് അങ്ങോട്ടൊന്ന് വരാൻ പോകുക. 2, അപവാദിയുടെ നാവ്. 3, ഗോസിപ്പ്. അനാവശ്യമായി നിൻ്റെ ബിസിനസ് അല്ലാത്തത് നീ പറഞ്ഞു തുടങ്ങുന്ന നിൻ്റെ ഗോസിപ്പിൻ്റെ നാവ്. ഇന്ന് ഓരോ ദൈവവൈതലും പറയണം, എനിക്ക് വിരോധമായി പരിശുദ്ധാത്മ പ്രേരിതമല്ലാത്ത അന്യഭാഷകൾ പറയുന്ന നാവ്. 2, എനിക്ക് വിരോധമായി അപവാദിയുടെ, സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മുൻപിൽ മുതൽ എവിടെയെങ്കിലും അപവാദം പറയുന്ന അപവാദിയുടെ നാവ്. 3, ഗോസിപ്പ് അടിക്കുന്ന ഗോസിപ്പിൻ്റെ നാവ്. 4, എനിക്ക് വിരോധമായി വരുന്ന അടുത്തൊരു നാവാണ് കോമ്പറ്റീഷൻ്റെ നാവ്. കോമ്പറ്റീഷൻ. നമുക്ക് ആരുടെ മത്സരമില്ല. മത്സര ബുദ്ധിയെക്കുറിച്ച് പറയുന്നു, മത്സരം ആഭിചാരത്തിന് തുല്യമാണ്. സോ മത്സരത്തിൻ്റെ നാവുകൾ ഉയരുമ്പോൾ നമ്മൾ അറിയാതെ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത്, അറിയാതെ മന്ത്രവാദത്തിന് തുല്യമായിട്ട് ഗോയിങ് സ്ട്രേറ്റ് ടു വിച്ച് ക്രാഫ്റ്റ്. ദൈവവൈതലിന് വിച്ച് ക്രാഫ്റ്റ് ചെയ്യാമോ? ലിസൺ ടു വാട്ട് ദ വേർഡ് സേസ്. ബൈബിൾ പറയുന്നു മത്സരം ആഭിചാരത്തിന് തുല്യമാണ്. മത്സരം എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പറ്റീഷൻ, റിബല്യൻ, ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ്. മത്സരത്തിൻ്റെ നാവ്. ഇന്ന് ഓരോ ദൈവവൈദ്യരോടും പറയട്ടെ, നിനക്ക് വിരോധമായി വരുന്ന എവറി കോമ്പറ്റീഷൻ, എവറി റിബല്യൻ, യേശുവിൻ്റെ നാമത്തിൽ ആ നാവിനെ ഒന്ന് ശാസിക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മ പ്രേരിതമല്ലാത്ത അന്യഭാഷകൾ മാത്രമല്ല, സോളിഷ് പ്രേയേഴ്സ്, ദൈവഹിതത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ പ്രാർത്ഥനകളും ഉയരുന്ന നാവ്. ആ നാവിനോട് ഇന്ന് പറയുകയാണ്, ആ നാവിനെ ഇന്ന് ന്യായവിസ്താരണത്തിൽ കുറ്റം വിധിച്ചിരിക്കും. ഇന്ന് ചില കുറ്റം വിധിക്കുന്ന ചില പ്രഖ്യാപനങ്ങൾ ഇവിടെ നടക്കാൻ പോകും. വൈ? ബിക്കോസ് യു ആർ ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ്. ഇന്ന് നമ്മൾ അത്ഭുതകരമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഒന്ന്, നമ്മൾ വിളിച്ചു പറഞ്ഞു, നിനക്ക് വിരോധമായി ഉണ്ടാവുന്ന സകല ആയുധത്തെയും നിഷ്ഫലമാക്കി കളയും. അത് ഏറ്റുപറയുമ്പോൾ ആയുധങ്ങൾ നിഷ്ഫലമാകിയ. കഞ്ചി വലിക്കും, ട്രിഗർ വലിക്കും, പക്ഷേ കഞ്ചി വലിച്ചാൽ വെടിയുണ്ട് ഒന്നും പുറത്തു വരത്തില്ല. കഞ്ചി വലിച്ചാൽ എൻഗേജ് ആകത്തില്ല. കാര്യം, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം ഫലിക്കുകയില്ല. അസ്ത്രങ്ങളെയും പക്ഷേ കാറ്റത്ത് പാറിപ്പോകും, അത് നിന്റെ അടുക്കൽ വരികയില്ല. കാര്യം, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം ഫലിക്കില്ല. അഗ്നി അസ്ത്രങ്ങൾ എറിയും, പക്ഷേ പാളയത്തിന് തീ പിടിക്കത്തില്ല. കാര്യം, നിനക്ക് വിരോധമായി വരുന്ന ആയുധം ഫലിക്കുകയില്ല. 2, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഉണരുന്ന സകല മാവിനെയും നീ ന്യായവിസ്താരണത്തിൽ കുറ്റം വിധിക്കും. സോ ഐ ക്യാൻ ലിസ്റ്റ് യു മെനി മോർ ഡിഫറെൻറ്റ് ടങ്സ്. അപവാദം പറയുന്നത്, ബാഡ് മൗത്തിങ്, വേണ്ടാതീനം, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നത്, ലോട്ട് ഓഫ് തിങ്സ്. അതെല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോൾ അടുത്ത വാക്യം പറയുകയാണ്, അങ്ങനെ നിനക്ക് വിരോധമായി ഉയരുന്ന സകല നാവിനെയും, ചിന്താഗതികളെയല്ല, വികാരങ്ങളെയല്ല, വിചാരങ്ങളെയല്ല, മനോഭാവങ്ങളെയുമല്ല, നോട്ടങ്ങളെയല്ല, നാവുകൾ. ബിക്കോസ് ദാറ്റ് ഈസ് വെയർ പവർ ലൈസ്. നാവ് കൊണ്ട് പറയുന്നതാണ് ശക്തിയുള്ളത്. അത് പരിശുദ്ധാത്മ പ്രേരിതമല്ല. അന്യഭാഷ മുതൽ, സോളിഷ് പ്രേയേഴ്സ് മുതൽ, എവിടെയെങ്കിലും കുറ്റം പറയുന്നിടം മുതൽ, ഗോസിപ്പ് മുതൽ, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന സകല നാവിനെയും നീ ചുമ്മാതം കുറ്റം വിധിക്കാനല്ല, ചുമ്മാതം ഭത്സിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും ഭത്സിക്കപ്പെടത്തില്ല. പകരം ന്യായവിസ്താരണത്തിൻ്റെ തലങ്ങൾ ഉയരും. കാര്യം, പലരുടെയും ജീവിതത്തിൽ ഉയരുവാൻ കഴിയാതെ, കാറ്റുപോയ ടയർ പോലെ മുന്നോട്ട് പോകുവാൻ കഴിയാതെ പലരുടെയും ജീവിതത്തിലുള്ള അനുഭവങ്ങളെ ഇന്ന് പരിശുദ്ധാത്മാവ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് വിരോധമായി ഉയരുന്ന നാവിനെ ഇന്ന് വിധിക്കാൻ പോകുകയാണ്. ആ ന്യായവിസ്താരണത്തിൽ വിധിക്കണമെങ്കിൽ, ഇൻ ജഡ്ജ്മെൻറ്റ്, ന്യായവിസ്താരണത്തിൽ വിധിക്കണമെങ്കിൽ ന്യായവിസ്താരണം വഴിയെ പോകുന്നവനെ തുടങ്ങാൻ സാധിക്കത്തില്ല. Come again, listen to this. വഴിയെ പോകുന്ന ഒരാൾക്കൊരു ജഡ്ജ്മെൻറ്റ് ആരംഭിക്കാൻ പറ്റത്തില്ല. അഡ്വക്കേറ്റ്സിന് ജഡ്ജ്മെൻറ്റ് ആരംഭിക്കാൻ പറ്റത്തില്ല. ഈവൻ കോർട്ട് ഓഫീസേഴ്സ് ജഡ്ജ്മെൻറ്റ് ആരംഭിക്കാൻ പറ്റത്തില്ല.
ജഡ്ജ്മെൻറ്റ് ആരംഭിക്കണമെങ്കിൽ അനദർ ഡെമെൻഷൻ, അടുത്തൊരു തലത്തിൽ മാത്രമേ ജഡ്ജ്മെൻറ്റ് ആരംഭിക്കാൻ പറ്റുകയുള്ളൂ. നൗ ലെറ്റ് മീ കം ടു അനദർ ആസ്പെക്ട് ടു ചേഞ്ച് യുവർ പെർസെപ്ഷൻ. ആശയങ്ങളെ മാറ്റുവാൻ നിങ്ങളിൽ ചിലർ ദൂതന്മാരെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ജുഡീഷ്യൽ അതോറിറ്റി. ഇന്ന് ആ ഒരു ലെവലിലോട്ട് സഭ കടക്കാൻ പോകുകയാണ്. ഇന്ന് ആ ലെവലിലോട്ട് കടന്ന് വേണ്ടാത്ത വാക്കുകളുടെ സകല ബലത്തെയും ഇന്ന് കുറ്റം വിധിക്കാൻ പോകുകയാണ്. അതിനെ ക്യാൻസൽ ചെയ്യുക എന്നല്ല പറഞ്ഞത്, അതിനെ കുറ്റം വിധിക്കാൻ പോകുകയാണ്. ഇന്ന് എന്നോട് ചേർന്ന് ചില ദൈവദാസന്മാർ എഴുന്നേൽക്കണം. ഇന്ന് എന്നോട് ചേർന്ന് ആത്മീയ കൃപാവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചില ദൈവദാസന്മാർ എഴുന്നേറ്റ് ലാൻഡിൻ്റെ വിഷയത്തിൽ, ശുശ്രൂഷകളുടെ വിഷയത്തിൽ, ദൈവജനത്തിൻ്റെ ഓരോ കുടുംബങ്ങളുടെ വിഷയത്തിൽ അറിഞ്ഞും അറിയാതെയും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില വിധികൾ എഴുതി വച്ചിരിക്കുന്ന, പ്രസ്താവിച്ചു വെച്ചിരിക്കുന്ന, ബന്ധിച്ചു വെച്ചിരിക്കുന്ന ചില കെട്ടുകളെ ഇന്ന് ആത്മാവിൽ ഒന്ന് വെട്ടിക്കളയുവാൻ പോകുകയാണ്. ഇന്ന് അതിനെ കുറ്റം വിധിക്കാൻ പോകുകയാണ്. ക്യാൻസൽ ചെയ്യുന്നല്ല ഞാൻ പറയുന്നത്, അതിനെ കുറ്റം വിധിക്കാൻ പോകുകയാണ്. യഹോവ നിന്നെ ഭത്സിക്കുന്നു എന്ന് പറയുന്ന ശബ്ദം ന്യായവിസ്താരണത്തിൽ ഉയരുന്നത് പോലെ ഇന്ന് ചില ന്യായവിസ്താരത്തിൻ്റെ തലങ്ങൾ ആത്മാവിൽ ഉണർത്തുകയാണ്. എന്നോട് ചേർന്ന് ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരുണ്ടെങ്കിൽ അവർക്ക് അവരവരുടെ ആത്മനിയോഗമനുസരിച്ച് അവരവരുടെ സ്ഥാനങ്ങളിൽ എണീറ്റ് നിൽക്കാം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം ഫലിക്കുകയില്ല. 2, നിന്നെ വിരോധമായി, സഭയ്ക്ക് വിരോധമായി, കുടുംബങ്ങൾക്ക് വിരോധമായി, വ്യക്തികൾക്ക് വിരോധമായി, അന്യായമായി ഉയരുന്ന സകല മാവിനെയും ന്യായവിസ്താരണത്തിൽ കുറ്റം വിധിച്ചിരിക്കും. ആ കാഴ്ചപ്പാടോടുകൂടി എണീറ്റ് നിൽക്കുന്ന ദൈവദാസന്മാരോട് പറയട്ടെ, നിങ്ങളുടെ അധികാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് അധികാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഓഫീസുകളിൽ, ഹല്ലേലൂയ, ചുറ്റുപാടുകളിൽ, ആ ഏരിയകളിൽ കുടുംബങ്ങൾക്ക് വിരോധമായി, ഹല്ലേലൂയ, വ്യക്തികൾക്ക് വിരോധമായി, കുഞ്ഞുങ്ങൾക്ക് വിരോധമായി, കമ്മ്യൂണിറ്റിക്ക് വിരോധമായി ഉയരുന്ന നാവുകൾ. ഹേ ഹമാനെ, നിന്റെ നാവ് എൻ്റെ ജനത്തിന് വിരോധമായി ഉയർന്നെങ്കിൽ, നിന്റെ നാവിന് വിരോധമായി ഒരു വിധി ഉയരുമ്പോൾ, ഹല്ലേലൂയ, കുറ്റം വിധിക്കുമ്പോൾ നീ എവിടെയോ ഒതുങ്ങിപ്പോകുമെന്നല്ല, നീ കഴുകുമരത്തിൻ്റെ മേൽ തൂങ്ങുന്നതാണ് കുറ്റം വിധിക്കുന്നതിൻ്റെ പ്രത്യേകത. യേശുവിൻ്റെ നാമത്തിൽ ഹാമാന്മാർ, യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വിരോധമായി കുറ്റം വിധിക്കുന്ന ഒരു അധികാരത്തിൻ്റെ തലം എന്നിവിടെ ഉയരുകയാണ്. ഓ മൈ ഗുഡ്നസ്, ഹല്ലേലൂയ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം ഫലിക്കുകയില്ല. നിനക്ക് വിരോധമായി ഉയരുന്ന സകലമാവിനെയും ന്യായവിസ്താരണത്തിൽ നീ കുറ്റം വിധിച്ചിരിക്കും യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെ സഭയായി, ശുശ്രൂഷകന്മാരായി ഞങ്ങൾ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ആ വിരോധമായി ഉയരുന്ന, ദൈവഹിതത്തിന് വിരോധമായി, ദൈവിക പദ്ധതികൾക്ക് വിരോധമായി ഉയരുന്ന സകലമാവിനെയും ദൈവത്തിൻ്റെ നീതിക്കനുസരിച്ച് ഇന്ന് ആത്മാവിൽ ന്യായവിസ്താരണത്തിൽ ഞങ്ങൾ അതിനെ കുറ്റം വിധിക്കുന്നു. സ്വർഗം അതിൻ്റെ മേൽ മുദ്ര പതിക്കുകയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. കരങ്ങൾ തട്ടി ചില നിമിഷങ്ങൾ ദൈവത്തെ ആരാധിച്ചോ. ഇന്ന് സഭയുടെ ആരാധന നീതിയോടെ, ഹല്ലേലൂയ, ദൈവമക്കൾ, ദൈവദാസന്മാർ നേരോടെ, നീതിയോടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ എന്ന് ഞങ്ങൾ ആത്മാവിൽ കൽപ്പിക്കുകയാണ്. കൽപ്പനയുടെ വാക്കുകൾ എടുത്ത് വേഗത്തിൽ സഞ്ചരിക്കുന്ന ദൈവദൂതന്മാർ രോഗശക്തികളെ, ഹല്ലേലൂയ, ബന്ധനങ്ങളെ, ഹല്ലേലൂയ, തടസ്സങ്ങളെ ഒക്കെ വെട്ടിക്കളയുന്നത് പോലെ ചില നാവുകൾ കുറ്റം വിധിക്കപ്പെട്ടിരിക്കുകയാൽ ചില മാറ്റങ്ങൾ ഭവനങ്ങളിൽ സംഭവിക്കട്ടെ. ഭാവി ജീവിതത്തെ തടഞ്ഞു വെച്ചിരിക്കുന്ന ചില ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. പ്രാർത്ഥിച്ചോ. ആത്മനദി ആഴത്തിൽ ഒഴുകുകയാണ്. ആത്മനദി ശക്തമായി ഇതിന്റെ നടുവിൽ കൂടെ ഒഴുകുകയാണ്. ദൈവ പദ്ധതിക്ക് വിരോധമായി നിൽക്കുന്ന സകലത്തെയും ഒഴുക്കിക്കളയുവാൻ, വിരോധവും പ്രതികൂലവുമായി നിൽക്കുന്ന സകലത്തെയും ഇരുമ്പോടാമ്പലുകളെ തകർത്ത് കളയുവാൻ അർജന പ്രവാർത്ഥരസ്യാദൽ ഇന്ന് ആത്മാവിൽ ഞങ്ങൾ ജയമേറ്റെടുക്കുകയാണ്. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരുന്നാലും. താങ്ക് യു മിനിസ്റ്റേഴ്സ് ഓഫ് ദ ഗോസ്പൽ ഫോർ സ്റ്റാൻഡിങ് അലോങ് സൈഡ്. ചേർന്ന് നിന്നതിനായി സ്തോത്രം. ഡു യു നോ സംതിങ്? ചില നാവുകൾ നിമിത്തം, ചില വാക്കുകൾ നിമിത്തം ചിലരുടെ ഭാവി ബന്ധിക്കപ്പെട്ടു പോയി. ചിലരുടെ വാക്കുകൾ നിമിത്തം, ആൻഡ് ഐ എം ഡിസേർണിങ്, ഇവിടെ ഞാൻ വെളിപ്പാടോടുകൂടിയാണ് പറയുന്നത്, വചന വെളിപ്പാടോടുകൂടിയാണ് പറയുന്നത്. ചിലരുടെ ഭാവിയെ ചില വാക്കുകൾ ബന്ധിച്ചു കളഞ്ഞു. ഇന്ന് അതിനെ ദൈവം തുറന്നു വിടുകയാണ്. ഹല്ലേലൂയ. ചിലതിൻ്റെ മുൻപിൽ വഴികൾ തുറന്നു വരട്ടെ. ഹല്ലേലൂയ. മാവിൻ്റെ ശക്തിയാൽ അടച്ചു കളഞ്ഞ ചിലതിനെ, വേലി പൊളിച്ചു കളഞ്ഞ ചിലതിനെ ഇന്ന് ആത്മാവിൽ റിലീസ് ചെയ്യുകയാണ്. വേലി പൊളിഞ്ഞു പോയി, ചിലതിൻ്റെ വേലി പൊളിഞ്ഞു പോയി. ഓ മൈ ഗുഡ്നസ്, ബട്ട് ഐ സബ്മിറ്റ് മൈ സെൽഫ് ടു ദ മൂവിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ചിലതിൻ്റെ വേലി പൊളിച്ചു കളഞ്ഞു.
And I don't even request you to lift up your hands. സ്പെഷ്യൽ ചിലർക്കറിയാം എൻ്റെ വേലി പൊളിഞ്ഞുപോയി, എനിക്കൊരിക്കലും ഉണ്ടായിരുന്ന കാവലില്ലാത്തതുപോലെ. ഐ നോ വരുന്ന വാഹനങ്ങൾ, എതിരെ വരുന്ന വാഹനങ്ങൾ, എതിരെ വരുന്ന വ്യക്തികൾ, എവറിത്തിങ് ഈസ് കമ്മിങ് അഗൈൻസ്റ്റ് മീ. എവിടെയോ വാതിൽ, എവിടെയോ ദ ഫെൻസ്, എവിടെയോ ഹെഡ്ജ്, എവിടെയോ വേലി പൊളിഞ്ഞുപോയി. ഇന്ന് നാവിൻ്റെ ശക്തിയാൽ വേലി പൊളിച്ചു കളഞ്ഞ ചില വ്യക്തികൾക്ക് വേണ്ടി ഇന്ന് നാവിനാൽ തന്നെ, വാക്കുകളാൽ തന്നെ വേലി മടങ്ങി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കാവൽ മടങ്ങി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആരോഗ്യത്തിന് വിരോധമായി, സമ്പത്തിന് വിരോധമായി, ബന്ധങ്ങൾക്ക് വിരോധമായി, നന്മകൾക്ക് വിരോധമായി, വഴികൾക്ക് വിരോധമായി അടച്ചു കളഞ്ഞ ചില വേലികൾ, ഹല്ലേലൂയ, എന്നതിനെ ഞങ്ങൾ തുറന്നു വിടുകയാണ്. വേലികൾ നന്മയ്ക്കായിട്ടുള്ളത് മടങ്ങി വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെ ജനത്തെ ബ്ലെസ് ചെയ്യുകയാണ്. Finally, one more thing before we get into that scripture. Finally, one more thing. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസനോട് സംസാരിച്ചപ്പോൾ ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, കേരളത്തിൽ വെച്ചായിരുന്നു. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ ആന, അസാധാരണ വലുപ്പമുള്ള ഒരു ആന എൻ്റെ മുൻപിൽ വന്നു നിന്നു. വെളിപ്പാടിലാണ് പ്രാർത്ഥിക്കുമ്പോൾ. And I didn't know what to do. എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്ത് ചെയ്യണം? എൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ വെച്ച് ഇതിനെ അടിച്ചാൽ തിരിച്ചെന്നെ കൊന്നു കളയത്തുള്ളൂ. I just can't even deal with this. How do I deal with this? ചോദിച്ചപ്പോൾ ദൈവം തൻ്റെ ഹൃദയത്തിൽ ഒരാലോചന പറഞ്ഞു കൊടുത്തു. ദൈവം തന്നോട് പറഞ്ഞു, ആനയെ ഓടിക്കുവാൻ തീ കത്തിച്ചാൽ മതി, ആന തന്നെ ഓടിപ്പോകും. നീ എത്ര വലിയ വടിയെടുത്തടിച്ചാലും കല്ലെടുത്തെറിഞ്ഞാലും നീ എത്ര ശബ്ദമുണ്ടാക്കിയാലും ഈ ആന എങ്ങും പോകത്തില്ല, നിന്നെ കൊന്നിട്ടേ അത് പോകത്തുള്ളൂ. പകരം ഇഫ് യു ഹാവ് ദ ഫയർ, തീ ഉണ്ടെങ്കിൽ ഈ ആന നിൽക്കത്തില്ല, ആന ഓടിപ്പോകും. ഇന്ന് ഈ സെക്കൻഡ് സർവീസിൽ ഐ നോ ഇനി മെസ്സേജ് തൊട്ട് കഴിഞ്ഞാൽ ഐ വോണ്ട് ബി ഏബിൾ ടു ഗെറ്റ് ബാക്ക് ഇൻ ടു ദിസ്. അതുകൊണ്ട് ഇന്ന് പറയട്ടെ, ചില ആന പോലെ വലിപ്പമുള്ള ശക്തികൾ നിൽക്കുന്നതിനെ ഓടിച്ചു കളയുവാൻ ദൈവം ചിലടകത്തോടൊരു തീ പകരുകയാണ്. ദ ഫയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ദ ഫയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ദ ഫയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. വാക്കുകൾക്കും യുക്തിക്കും ബുദ്ധിക്കും ന്യായത്തിനും, ഹല്ലേലൂയ, പലതിനും ഒന്നും ചെയ്തെടുക്കുവാൻ കഴിയാത്തൊരു തലത്തിലേക്ക് ചിലർക്ക് വിരോധമായി നിൽക്കുന്ന ആന ശക്തികളെ ഓടിച്ചു കളയുവാൻ ശരീരത്തിലേക്കും വാക്കുകളിലേക്കും നാവുകൾ, അഗ്നിനാവുകൾ പോലെ, പിളർന്ന അഗ്നിനാവുകൾ പോലെ ചുളമേൽ അഗ്നിയുടെ വ്യാപാരം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നീ സംസാരിക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് ചുറ്റുമുള്ള അന്യായ ശക്തികൾ ഓടിപ്പോകുന്നത് പോലെ, ഒരിക്കലും മടങ്ങി വരാതെ ഓടിപ്പോകുന്നത് പോലെ, the power of fire, ആത്മശക്തി, അഗ്നിയുടെ ശക്തി ചിലതിൻ്റെ മേൽ ഇന്ന് വന്ന് പതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ചിലർക്ക് വിരോധമായി വന്നു നിൽക്കുന്ന ശക്തികൾ ആയുധങ്ങളല്ലത്. ദേ ആർ നോട്ട് വെപ്പൺസ്, ദേ ആർ സ്പിരിറ്റ്സ്. അത് തടസ്സങ്ങളെ തൊടണമെന്നുണ്ട്, ബട്ട് ലെറ്റ് മീ സീ ഇഫ് ഐ ക്യാൻ ടച്ച്. ചിലർക്ക് വിരോധമായി വന്നു നിൽക്കുന്ന ആയുധങ്ങളെ തൊട്ടു, ചിലർക്ക് വിരോധമായി നിൽക്കുന്ന വാക്കിൻ്റെ ശക്തികളെ തൊട്ടു. 3, ചിലർക്ക് വിരോധമായി വന്നു നിൽക്കുന്ന വൻ ശക്തികളെ തൊട്ട്. ചെറുതും വലുതുമായിട്ടുള്ള ശക്തികൾ സകലത്തെയും ആത്മാവിൻ്റെ തീക്കകത്ത് ഓടിച്ചിരിക്കും. എനിക്ക് വിരോധമായ ഒരു ആയുധം വന്നെന്നിരിക്കട്ടെ, ഒരു കുന്തം എനിക്ക് വിരോധമായി ഒരുത്തം കൊണ്ടിരിക്കുക. തീ ഉണ്ടെങ്കിൽ ആയുധം നിഷ്ഫലമാകത്തില്ല. തീയുണ്ടെങ്കിൽ ആയുധം നിഷ്ഫലമാകത്തില്ല. അതിന് വാക്യം ഇന്ന് നമ്മൾക്ക് ആവശ്യമാണ്. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം ഫലിക്കുകയില്ല. ലെറ്റ് മി ജസ്റ്റ് ഫ്ലഷ് ഇറ്റ് ഔട്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കാം. നമ്മുടെ ഈ ചർച്ചിൽ വന്നിട്ടുണ്ടോ ഞാൻ ഓർക്കുന്നില്ല, ഒരു ഡോക്ടർ, സിംഗപ്പൂരിലുണ്ടായിരുന്ന ഒരു ഡോക്ടർ, ഞങ്ങൾ അവിടെ പോയപ്പോൾ കണ്ടിട്ടുണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് ഷീസ് കം ഹിയർ, ഐ ഡോണ്ട് റിമെമ്പർ. ആ ഡോക്ടർ ഒരിക്കൽ പറഞ്ഞ സാക്ഷ്യമാണ്. താൻ ക്ലിനിക്കിൽ ഷീ മേഡ് ക്വൈറ്റ് ബിറ്റ് ഓഫ് മണി. അന്ന് ആ ദിവസത്തെ കളക്ഷൻ എല്ലാം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഐ എം സോറി, സിംഗപ്പൂർ എന്ന മലേഷ്യ എന്ന് ഞാൻ ഓർക്കുന്നില്ല, ഈ 2 രാജ്യങ്ങളും ഒരു രാജ്യത്ത്. ആ ഡോക്ടർ ക്ലിനിക്കിൽ അന്ന് രാത്രിയിൽ ലഭിച്ച പണം മുഴുവൻ എടുത്തു വെച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഖം മൂടിയ ആൾക്കാർ തോക്കുമായി എടുത്തു വന്നു. തോക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, പൈസ മൊത്തം തരാൻ പറഞ്ഞു. ആ ഡോക്ടർ ആൻറ്റി പറഞ്ഞൊരു വാക്കാണ്, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം ഫലിക്കുകയില്ല. ആൻറ്റി പറഞ്ഞത് 3 പ്രാവശ്യം കാഞ്ചി വലിച്ചിട്ട്, 3 പ്രാവശ്യം ട്രിഗർ വലിച്ചിട്ട് വെടി പൊട്ടാതെ ആളിൻ്റെ ജീവനെ രക്ഷപ്പെടുത്തിയത്. യു നോ വൈ? അറ്റ് ദ റൈറ്റ് ടൈം ദ റൈറ്റ് വേർഡ്, കറക്റ്റായിട്ടുള്ള വചനം ഒന്ന് ഉച്ചരിച്ചപ്പോൾ ആയുധം ഫലിക്കാതായെങ്കിൽ. ഇന്ന് എന്നോട് ചേർന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞു, ഗോ ആഫ്റ്റർ മീ. എന്നോട് ചേർന്ന് പറഞ്ഞിട്ട്, എനിക്ക് വിരോധമായി, ശബ്ദമുയർത്തി, എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം ഫലിക്കുകയില്ല. ഒരിക്കൽ കൂടെ പറയാമെങ്കിൽ ശബ്ദമുയർത്തി, എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം ഫലിക്കുകയില്ല. I believe it's happening in your life. നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുകയാണ്. 2, വിരോധമായി വരുന്ന നാവിനെ ഞങ്ങൾ ന്യായവിസ്താരണത്തിൽ കുറ്റം വിധിച്ചു കളയുന്നു. അതും ഇന്ന് അതുപോലെ സംഭവിച്ചിരിക്കുകയാണ്.
3, ചിലർക്ക് വേണ്ടി ഒരു ആത്മാവിൻ്റെ അഗ്നിയുടെ പകർച്ച എന്ന് കർത്താവ് നൽകുകയാണ്. അത് പിളർന്ന അഗ്നിനാവുകൾ പോലെ പെന്തക്കോസ്ത് നാളിൽ കൂടി വന്നിരുന്ന 120 പേരുടെ മേൽ വന്ന് പതിച്ചെങ്കിൽ, ആർക്കും പറിച്ചു മാറ്റുവാൻ കഴിയാത്തതുപോലെ ആ അഗ്നി വന്ന് പതിച്ചെങ്കിൽ, ഇന്ന് ചിലരുടെ മേൽ ആ തീ വന്നിരിക്കും. ആത്മാന്തരീക്ഷത്തെ കെടുത്തിക്കളയുന്നത് പോലെ തോന്നരുത്. ബട്ട് ലെറ്റ് മീ ടെൽ യു, വന്ന് പതിച്ചാൽ ആ തീ കെടാതെ സൂക്ഷിക്കുന്ന നിന്റെ ചുമതലയാണ്. വേണ്ടാത്ത യൂട്യൂബ് ചാനലുകൾ കണ്ട്, വേണ്ടാത്ത ഗോസിപ്പിൻ്റെ അകത്ത് ഇടപെട്ട്, വേണ്ടാത്ത കാര്യങ്ങൾക്കകത്ത് ഇടപെട്ട് വന്ന തീ കെട്ടുപോയാൽ അടുത്ത ആഴ്ചയിൽ യാഗപീഠത്തിൽ ഇവിടെ കടന്നു വരുമ്പോൾ നീ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തീ വേണം യാഗപീഠത്തിൽ കത്തിക്കുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ചിലരുടെ മേലൊരു തീ വന്നിരിക്കും. നീ ഒറ്റ സ്തോത്രം പറഞ്ഞാൽ തീ കത്തിയിരിക്കും. സോറി ഫോർ ദിസ്. ചിലരുടെയെങ്കിലും ജീവിതത്തിൽ തീ എന്ന് പറയുന്ന ഒന്നില്ല. പണ്ടൊരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞൊരു വാക്ക് ഞാൻ ആവർത്തിക്കട്ടെ. പലരും ഫയർ എഞ്ചിൻ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ധാരണ ഇപ്പോൾ വന്ന് തീ കത്തിക്കുമെന്നാണ്. ആ എഞ്ചിനുള്ള തീ കെടുത്താനുള്ളതാണ്. നമ്മൾ പലരും ഫയർ എഞ്ചിൻ എന്നുള്ള പേരൊക്കെ കണ്ടു കഴിയുമ്പോൾ, ഫയർ എന്നൊക്കെ എഴുതി വെച്ച് കണ്ടു കഴിയുമ്പോൾ വി ആർ ലൈക്ക്, ഓ ഭയങ്കര തീ ആയിരിക്കും. പക്ഷേ ഇതെല്ലാം വരുന്ന തീ കെടുത്താനാണ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആരും ഫയർ എഞ്ചിനായി വരല്ല, ഫയർ ഉള്ളവരായി വരണം. ആമേൻ. ഇതിൻ്റെ അകത്ത് ആരെങ്കിലും ഫയർ എഞ്ചിൻ ഉണ്ടോ? ആരുമില്ല. പ്രൈസ് ഗോഡ്. ഇതിൻ്റെ അകത്തിരിക്കുന്ന എല്ലാവരും ഫയർ ഉണ്ടാക്കുന്നവരാകണം. ഇന്ന് ഇതിൻ്റെ അകത്തൊരു ഫയർ വരാൻ പോകുകയാണ്. ആ ഫയർ ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഒറ്റയൊരുത്തിന് ആ തീ കെടുത്തരുത്. പകരം ഒരു സ്തോത്രം പറഞ്ഞാൽ നീ ആയിരിക്കുന്ന ഭവനം കത്തണം. കണ്ണുകൾ കൊണ്ട് കാണത്തില്ല, പക്ഷേ ഒരു ദുർശക്തിക്ക് ഇരിക്കുവാൻ കഴിയാത്തതുപോലെ ആ തീ നിന്റെ വീട്ടിൽ കത്തണം. മന്ത്രവാദത്തിൻ്റെ ചരടുകളും മന്ത്രവാദത്തിൻ്റെ കെട്ടുകളും മന്ത്രവാദത്തിൻ്റെ ബന്ധനങ്ങളും ഉണ്ടെങ്കിൽ ആ ബന്ധനങ്ങൾ കത്തിച്ചാമ്പലാകുന്നത് പോലെ നിന്റെ സ്തോത്രത്തിൽ ഒരു തീ കത്തണം. ആ തീ സ്തോത്രത്തിൽ കത്തുവാൻ, ആ തീ നിന്റെ പ്രാർത്ഥനയിൽ കത്തുവാൻ, ആ തീ നിന്റെ സ്പർശനത്തിൽ കത്തുവാൻ, ആ തീ നിന്റെ സാമീപ്യത്തിൽ കത്തുവാൻ, യേശുവിൻ്റെ നാമത്തിൽ ചിലരുടെ മേൽ ആ തീ ഇപ്പോൾ വന്ന് പതിയട്ടെ. ഓ യെസ്, ഹല്ലേലൂയ. 120 പേരുടെ മേൽ വന്ന് പതിഞ്ഞ അഗ്നിജ്വാലകൾ പോലെ, പിളർന്ന അഗ്നിജ്വാലകൾ പോലെ വന്ന അഗ്നി നാവുകളെ പറിച്ചെടുക്കുവാൻ കഴിയാത്തതുപോലെ അവരുടെ മേൽ പതിച്ചതുപോലെ ഇന്ന് ചിലതിൻ്റെ മേൽ ആത്മാവിൻ്റെ തീ വന്ന് പതിക്കട്ടെ. Come on, let it be established. എൻ്റെ മേൽ തീ പതിയണം എന്നുള്ളവരുണ്ടെങ്കിൽ ആ കരം വന്ന് തട്ടി ദൈവത്തോട് പറഞ്ഞു, ലോർഡ് എൻ്റെ മേൽ ആ തീ വന്ന് പതിയട്ടെ. എൻ്റെ മേൽ ആ തീ വന്ന് പതിയട്ടെ. ആ ഒരു കാഴ്ചപ്പാടോടെ ഇന്ന് ഭവനത്തിൽ മടങ്ങിച്ചെന്ന് I don't know what is that block. നിങ്ങളുടെ മുന്നിലുള്ള ബ്ലോക്ക് എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ഇരുമ്പോടാമ്പലുകളെ ഉരുക്കിക്കളയുന്ന തീ നിന്റെ ഉള്ളിൽ കാണണം. ലോകത്തിൻ്റെ തീക്ക് അത്രയും ശക്തിയുണ്ടോ? I don't know. പക്ഷേ ഒരു കാര്യം അറിയാം, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന തീയാൽ ഇരുമ്പോടാമ്പലുകളെ ഉടച്ചു കളയുന്ന ദൈവശക്തിയുടെ വ്യാപാരം ആ തീക്കകത്തുണ്ട്. ഇന്ന് ഒരു പക്ഷേ നിന്റെ ബാങ്കിങ്ങിൻ്റെ മുൻപിലുള്ള തടസ്സങ്ങളായിരിക്കും. ആ പാസ്ബുക്കോ എന്തെങ്കിലും ഒരു പ്രോഫിറ്റിക് ആക്ട് അതിൻ്റെ മേൽ കൈവച്ചിട്ട് പറ, ആ തടസ്സങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ചാമ്പലാക്കി കളയുകയാണ്. ഇരുമ്പോടാമ്പലുകൾ പൊളിഞ്ഞു മാറും. ഇന്ന് എൻ്റെ മുൻപിൽ ഒരു തടസ്സം നിൽക്കുകയില്ല. ഒരാമേൻ പറയുവാൻ കഴിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു. ആത്മാവിൻ്റെ തീ ചിലതിൻ്റെ മേൽ ആ ആമേൻ പറയുമ്പോൾ, ആ ശബ്ദമുയരുമ്പോൾ, അന്യഭാഷ പറയുമ്പോൾ, കരം തട്ടുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ആത്മാവിൻ്റെ തീ ചിലതിന് മേൽ പതിയുകയാണ്. അഭിഷേകത്തിൻ്റെ പകർച്ചകൾ ഇന്ന് ചിലതിന് മേൽ പതിയുകയാണ്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. Hallelujah. Praise the Lord. ആയുധം ഫലിക്കുകയില്ല. വിരോധമായിരുന്ന നാവ് കുറ്റം വിധിക്കപ്പെടും. അഗ്നിയാൽ നീ ശത്രുവിനെ ചിതറിച്ചു കളയും. വേർഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വചനത്തിന് വലിയ സ്ഥാനമുണ്ട്. പക്ഷേ ആത്മാവിൻ്റെ ശുശ്രൂഷയ്ക്ക് അതിനേക്കാൾ ഉയർന്ന സ്ഥാനം ഞാൻ കൽപ്പിക്കുന്നു. ഇന്ന് അത് ആവശ്യമായിരുന്നു. ഓൾ റൈറ്റ്. സോ ഐ എം ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ് എന്ന് ചിലരുടെ കരങ്ങളെ കർത്താവ് ശക്തീകരിച്ച് കഴിഞ്ഞു. ഒറ്റ കാര്യം, ഡോണ്ട് ലൂസ് ദാറ്റ് ഫയർ. ആ തീ നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കണം. ലോർഡ്, അടുത്ത ആഴ്ചയിൽ വരുമ്പോൾ, ഫാസ്റ്റിംഗ് പ്രയറിന് വരുമ്പോൾ എൻ്റെ അകത്തുള്ള തീ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാൻ എന്നെ കർത്താവ് ഒന്ന് സഹായിക്കണം. ആ ദൈവം വലിയ നന്മയ്ക്കായി കർത്താവ് ചെയ്തിരിക്കും. Now coming back to this, I am fearfully and wonderfully made. ആ മെയ്ഡ് എന്നുള്ള വാക്ക് വരുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞെടുത്ത് ആരംഭിക്കട്ടെ. Let us make man in our image. ആത്മാവിനെ സൃഷ്ടിക്കുന്നതും
ശരീരത്തെ ഫോം ചെയ്യുന്ന, മെനഞ്ഞെടുക്കുന്നതും, ഊതുമ്പോൾ ജീവശ്വാസം ആദമിൻ്റെ മൂക്കിലേക്ക് ഊതിയപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഹി became a living soul. ഈ whole process, creation, formation and becoming, പല പ്രോസസ്സസ്, അത്രയും മാത്രമല്ല, ഇനി ഒത്തിരി പ്രോസസ്സ് ഉണ്ട്. ഇത്രയും കഴിഞ്ഞപ്പോൾ മനുഷ്യൻ വാസ് ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ്. സൃഷ്ടിച്ചെന്നുള്ളതിനേക്കാൾ, നിർമ്മിച്ചെന്നുള്ളതിനേക്കാൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നുള്ളതിൻ്റെ പൂർണ്ണതയിലേക്ക് വരുമ്പോൾ ലെറ്റ് us make man, മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറയുന്ന അളവിൽ I am fearfully and wonderfully made. ഞാൻ ഒരു മെഡിക്കൽ ഡോക്ടർ എഴുതിയ ഒരു പുസ്തകം വായിച്ചു, ഇപ്പോഴല്ല, അബൌട്ട് 25 years ago. ആ പുസ്തകത്തിൻ്റെ അകത്ത് തലക്കെട്ടിൽ എഴുതിയിരിക്കുന്ന വാക്കിതാണ്, ഫോർ ഐ എം ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ്. ശരീരം നിർമ്മിച്ചെടുത്തിരിക്കുന്നതിനെ കുറിച്ച്, ശരീരത്തിൻ്റെ അകത്തുള്ള നെർവസ് സിസ്റ്റം, ശരീരത്തിൻ്റെ അകത്തുള്ള സ്കെലിറ്റൽ സിസ്റ്റം, ശരീരത്തിൻ്റെ അകത്തുള്ള സെൽസ്, അതിൻ്റെ ഫങ്ഷനിങ്, ഓരോ സിസ്റ്റമിൻ്റെ ഫങ്ഷനിങ്, അതിനെക്കുറിച്ചൊന്ന് വിവരിച്ചു കഴിയുമ്പോൾ ഒരു മെഡിക്കൽ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ എഴുതിയ ആ പുസ്തകം അൺബിലീവബിളി ഡീപ്പ്. ആ വാക്യം വായിക്കുമ്പോൾ തന്നെ വിലക്ക്, ഓ, ഇത്രയും ഭയങ്കരമായിട്ടൊന്ന് ശരീരത്തെ നിർമ്മിച്ചിരിക്കുന്നത്. ജസ്റ്റ് ടു പ്രൊവോക്ക് യുവർ തോട്ട്സ്, നിങ്ങളുടെ ചിന്തകൾ ഒന്ന് ഉണർത്തുവാൻ വേണ്ടി മാത്രം പറയട്ടെ. ഫ്യൂ തിങ്സ് ദാറ്റ് ഐ ജസ്റ്റ് വാണ്ട് ടു ബ്രിങ് ടു യുവർ അറ്റൻഷൻ, ജസ്റ്റ് ടു ഗ്ലോറിഫൈ ഗോഡ്. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് അറിവിൻ്റെ പകർച്ചയേക്കാൾ ഉപരി ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പ്രസ്താവിക്കുവാൻ, ശരീരത്തിലുള്ള ഒറ്റ അവയവം, ഒരു മെമ്പർ ഓഫ് ദ ബോഡി അർത്ഥശൂന്യമായിട്ടുള്ള മെമ്പർ ഇല്ല. ചില ശരീരാവയവങ്ങൾ അതെടുത്ത് കളഞ്ഞാലും സാരമില്ല എന്ന് പറയുന്ന മെഡിക്കൽ സയൻസ് ഇന്ന് പറയുക അങ്ങനെയൊന്നും അല്ല. ഓരോ നമ്മുടെ വയറ്റിൽ ഭയങ്കര വേദന വരുമ്പോൾ ഒരു ചെറിയ ഇൻഫെക്റ്റഡ് ആകുന്ന ഒരു അപ്പൻഡിക്സ് ഉണ്ട്, അതങ്ങ് എടുത്ത് കളഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കാര്യം അർത്ഥമില്ലാത്ത, ഒരു പ്രയോജനമില്ലാത്തൊരു അവയവമാണെന്നാണ് പറയുന്നത്. വാട്ട് എ മിസ്റ്റേക്ക്. നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് 1990s early 2000s കണ്ടുപിടിച്ച ഒരു പുതിയ അവയവം, ന്യൂ ഓർഗൻ ഓഫ് ദ ബോഡി എന്ന് പറയുന്ന ഒന്നാണ് മൈക്രോബയോം. കഴിഞ്ഞ ആഴ്ച ഞാൻ ആ വാക്ക് ഉപയോഗിച്ചില്ല, പക്ഷേ ആശയം പറഞ്ഞു. മൈക്രോബയോം. ലെറ്റ് മീ ആസ്ക് യു ജസ്റ്റ് ടു നോ ഹൗ ഇൻഫോം മൈ ഓഡിയൻസസ്. മൈക്രോബയോം എന്നുള്ള വാക്ക് കേട്ടിട്ടുള്ള, എൻ്റെ വായിൽ നിന്നല്ല അല്ലാതെ കേട്ടിട്ടുള്ള എത്ര പേരുണ്ട്? സോ യു നീഡ് ടു, താങ്ക് യു, കുറച്ച് പേരേ ഉള്ളൂ. യു നീഡ് ടു ബി എ ബിറ്റ് മോർ ഇൻഫോംഡ്. കാര്യം എൻ്റെ ഓഡിയൻസ് വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ്, ഇൻ്റലിജൻറ്റ് ഒരു ഓഡിയൻസ് ആണ്. അതുകൊണ്ട് യു മസ്റ്റ് ഡു യുവർ റിസർച്ച്. മൈക്രോബയോം എന്നുള്ള ഒരു ഓർഗൻ, ഹാർട്ട് പോലെ, ലങ്സ് പോലെ ശരീരത്തിലുള്ള ഒരു അവയവമായിട്ട് മൈക്രോബയോമിനെ മെഡിക്കൽ സയൻസ് അംഗീകരിച്ചു കഴിഞ്ഞു. മൈക്രോബയോം എന്നുള്ള ആ അവയവത്തിൻ്റെ ഒരു ചെറിയ അംശം പോലും, 100ൽ 1 അംശം എന്നല്ല, 10,000-ൽ 1 അംശം പോലും ഇതുവരെ മെഡിക്കൽ സയൻസിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ അതിനെക്കുറിച്ച് പറഞ്ഞ, നമ്മുടെ ശരീരത്തുള്ള അണുക്കൾ, സെൽസ്, അതിൻ്റെ 10 ഇരട്ടിയാണ് ഈ മൈക്രോബയോമിൻ്റെ അകത്തുള്ള മെമ്പേഴ്സ്. ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, വ്യത്യസ്ത തരത്തിലുള്ള ഓർഗാനിസംസ് ഉള്ള ഒരു അവയവമാണ് മൈക്രോബയോം. അതിൻ്റെ അകത്ത് നമ്മുടെ 10,000-കണക്കിനുള്ള ബാക്ടീരിയാസിൽ ഒരെണ്ണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക്, മൈ ഗുഡ്നസ്, ബ്ലൂ മൈ മൈൻഡ്. ഒറ്റ ഒരു ഓർഗാനിസം ശരീരത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വരുന്ന കാര്യങ്ങൾ. സോ മെഡിക്കൽ സയൻസ് ഇന്നും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ സ്റ്റിൽ നോട്ട് എനിവെയർ ക്ലോസ് ടു ഇത്രയും മെഡിക്കൽ അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞിട്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇത്രയും വർദ്ധിച്ചു കഴിഞ്ഞിട്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഐ എം ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ്. ഞാൻ മനുഷ്യനെ ഉണ്ടാക്കിയതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപേ ശരീരത്തെക്കുറിച്ച് ഒരു വാക്ക് പറയുക. ഇത്രയും പുരോഗമിച്ച മെഡിക്കൽ സയൻസിന് ഇന്നും മൈക്രോബയോമിൻ്റെ 10,000-ൽ 1 കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ആർക്കെങ്കിലും അതുണ്ട് എന്ന് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാമെങ്കിൽ പ്ലീസ് കം ആൻഡ് ടോക്ക് ടു മീ. കാര്യം ഞാൻ ന്യൂയോർക്കിലുള്ള റിസർച്ച് ലാബറട്ടറീസ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിസർച്ച് പേപ്പേഴ്സ് വരെ അന്വേഷിക്കുന്ന ഒരാളാണ്. ഇന്നും ആൾക്കാർ പറയുന്നത്, അതിനെക്കുറിച്ചുള്ള റിസർച്ച് ചെയ്യുന്നവർ പറയുന്നത്, മൈക്രോബയോമിൻ്റെ 10,000-ൽ 1 അംശം പോലും മെഡിക്കൽ സയൻസിന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. 10,000-ൽ 1 അംശം. പക്ഷേ ബൈബിൾ പറയുന്നു, വി ആർ ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ്. നമ്മുടെ ശരീരത്തെ നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ. സോ നമ്മുടെ ശരീരത്തെ അങ്ങനെ നിർമ്മിച്ചിരിക്കുന്നെങ്കിൽ, നൗ ലെറ്റ് മീ ജസ്റ്റ് കണക്ട് വൺ മോർ വേർഡ് വിത്ത് ദിസ്. കാര്യം ഇന്ന് എൻ്റെ മെസ്സേജിലേക്ക് എത്രത്തോളം കടക്കാൻ സാധിക്കും. ലെറ്റ് മീ ടെൽ യു ദിസ്. ബൈബിൾ ഒരു വാക്ക് പറയുന്നു, നാവിനെ കടിഞ്ഞാനിട്ട് സൂക്ഷിക്കുന്നവൻ. എന്തിനെ സൂക്ഷിക്കുന്ന? ഡു യു റിമെമ്പർ?
ഓർക്കുന്നുണ്ടോ? ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുന്നു. ആ ഒരു ആശയം മാത്രം ഒന്ന് ശരിക്കൊന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി വെരി പവർഫുൾ, ഇൻഫ്ലുവൻഷ്യൽ, ഡീപ്പ് മെസ്സേജ്. ഭയങ്കരമാഴമുള്ളൊരു മെസ്സേജാണ്. നമ്മളുടെ ഓരോ അവയവങ്ങളെയും, നമ്മളുടെ നെർവസ് സിസ്റ്റത്തെ, നമ്മളുടെ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുവാൻ കഴിയുന്നതാണ് നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിച്ചാൽ. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുള്ള 2 ആശയങ്ങൾ ഒറ്റ വാക്കിൽ പറഞ്ഞോട്ടെ. കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുക, ബ്രിഡിൽ യുവർ ടങ് എന്ന് പറയുമ്പോൾ നമ്മളുടെ പലരുടെയും വിചാരം ബന്ധിച്ചിടുക എന്നാണ്. ഇനി മുതൽ ഞാൻ മിണ്ടത്തില്ല, ഇനി മുതൽ ഞാൻ ഒരു വാക്ക് പോലും പറയത്തില്ല. ദാറ്റ് ഈസ് നോട്ട് ബ്രിഡ്ലിങ്. അതിനെ ബന്ധിച്ചിടുക എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ടൈങ് ഇറ്റ് ഡൗൺ. ബ്രിഡ്ലിങ്, നാവിനെ കടിഞ്ഞാണിടുക എന്ന് പറഞ്ഞാൽ നിർത്തേണ്ടിയടുത്ത് നിർത്തണം, ബ്രേക്ക് ഇടേണ്ടിയടുത്ത് ബ്രേക്ക് ഇടണം, ബെല്ലടിക്കേണ്ടിയടുത്ത് ബെല്ലടിക്കണം, പോകേണ്ടതുപോലെ പോകണം. ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നിടം വരെ കടിഞ്ഞാൻ പിടിക്കുന്നതിനെയാണ് കടിഞ്ഞാണിടുക എന്ന് പറയുന്നത്. ഇന്നു മുതൽ ഞാൻ നാവിനെ കടിഞ്ഞാണിട്ടിരിക്കുന്നു. അവർ വാക്കും ഭാഷണം കൂടാതെ പറയുന്നത് ഇന്നു മുതൽ ഞാൻ മിണ്ടത്തില്ലെന്ന്. ദാറ്റ്സ് റോങ്. വായിൽ വെള്ളം ഒഴിച്ചിരിക്കുമെന്ന്. നോ, ദാറ്റ് ഈസ് നോട്ട് വാട്ട് ദ ബൈബിൾ സേസ്. നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കുതിരയ്ക്ക് കടിഞ്ഞാണിടുമ്പോൾ കടിഞ്ഞാണിടുന്ന ആളിനും കുതിരയ്ക്കും അറിയാം കടിഞ്ഞാണിട്ടു. അങ്ങനെയാണെങ്കിൽ എത്തേണ്ട ഏതോ ഒരു ലക്ഷ്യസ്ഥലമുണ്ട്, അവിടെ എത്തുന്നിടം വരെ ഈ കടിഞ്ഞാണ് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കും, ഫങ്ഷണലായിരിക്കും. സോ എത്തേണ്ട ലക്ഷ്യസ്ഥാനത്തെത്തുന്നിടം വരെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന ഒരു തലമാണ് കടിഞ്ഞാൻ എന്ന തലം. നാവിനെ കടിഞ്ഞാനിട്ട് സൂക്ഷിക്കുവാൻ കഴിയുന്നവരുണ്ടെങ്കിൽ പറയട്ടെ, നിനക്ക് ശരീരത്തെ മുഴുവൻ കടിഞ്ഞാനിട്ട് സൂക്ഷിക്കുവാനുള്ള ഇഫ് യു ക്യാൻ ബ്രിഡിൽ യുവർ ടങ്, യു ക്യാൻ ബ്രിഡിൽ യുവർ എൻറ്റയർ ബോഡി. വൈ? ബിക്കോസ് ഐ എം ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ്. കാര്യം ദൈവം എന്നെ ഉണ്ടാക്കിയെടുത്തപ്പോൾ, ശരീരത്തെ സൃഷ്ടിച്ചപ്പോൾ മാത്രമല്ല, എന്നെ പൂർണ്ണതയിൽ ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി എന്നെ നിർമ്മിച്ചെടുത്തപ്പോൾ, ഉണ്ടാക്കിയെടുത്തപ്പോൾ എൻ്റെ നാവിനെ കടിഞ്ഞാനിട്ട് സൂക്ഷിച്ചാൽ എൻ്റെ ശരീരത്തെ കടിഞ്ഞാനിട്ട് സൂക്ഷിക്കുവാൻ സാധിക്കും. What a deep understanding about the human body. ഞാൻ അതിനെക്കുറിച്ച് ഒരു ആശയം നേരത്തെ പറഞ്ഞിട്ടുള്ളത് 90% of you have heard or maybe more. പക്ഷേ let me tell you, repeat this again. ഡോക്ടർ ചോയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ്, ഫോർത്ത് ഡയമെൻഷൻ എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ്. താൻ പറയുകയാണ്, താൻ ഒരിക്കൽ ന്യൂയോർക്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിങ്ങിൽ ഒരു ലീഡിംഗ് ഒരു ന്യൂറോ സർജനുമായി താൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ന്യൂറോ സർജൻ പറഞ്ഞു, ഇത് 1980s കാര്യമാണ്. ആ ന്യൂറോ സർജൻ ഡോക്ടർ ചോയോട് പറഞ്ഞത്, ഞങ്ങൾ മെഡിക്കൽ സയൻസിലുള്ള സം ഓഫ് ദ ലേറ്റസ്റ്റ് ഫൈൻഡിങ്സ് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, എന്താണ് പറഞ്ഞാട്ട്? പറഞ്ഞു, ഇങ്ങനെ നാവിനെ നിയന്ത്രിക്കുവാൻ കഴിയാമെങ്കിൽ ശരീരത്തെ നിയന്ത്രിക്കാം. എന്നിട്ട് താൻ എക്സ്പ്ലനേഷൻ തുടങ്ങി. എക്സ്പ്ലനേഷൻ എങ്ങനെയാണ്? ആരെങ്കിലും ഒരു വ്യക്തി റിട്ടയർമെൻറ്റ് ആയതിനു ശേഷം 100 പ്രാവശ്യം പറയുകയാണ്, ബലഹീനനാണ്, നിൻ്റെ ശരീരം ബലഹീനമായി, കാര്യം ഞാൻ റിട്ടയറായി, ക്ഷീണമാണ് എന്ന് 100 പ്രാവശ്യം പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ബ്രെയിൻ്റെ അകത്തുള്ളൊരു സ്ഥലമുണ്ട്, അതിനെ അവർ പേരിട്ടിരിക്കുന്നത് സ്പീച്ച് സെൻറ്റർ എന്നാണ്. അവരുടെ പേരിട്ടതാണ്, ബൈബിളിലെങ്ങുമല്ല. ആ സ്പീച്ച് സെൻറ്ററിൽ കൂടെ വരുന്ന സകല സന്ദേശങ്ങളും നെർവസ് സിസ്റ്റം എടുത്ത് ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിലേക്കും അയക്കും പോലും. അതുകൊണ്ട് ബലഹീനനാണ് എന്ന് 100 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ശരീരം ബലഹീനമായി പോകും. ഞാൻ പ്രാക്ടിക്കലി കണ്ടിട്ടുണ്ട്. ഒരാൾ പല പ്രാവശ്യം പറഞ്ഞു, എൻ്റെ കൈ ഇനി സൈൻ ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ കൈ വീക്കായി പോയി. പക്ഷേ ഡോണ്ട് ഡു ദാറ്റ് മിസ്റ്റേക്ക്. പറയരുത്. കാര്യം നീ 100 പ്രാവശ്യം എൻ്റെ കൈ വീക്കായി പോയി, ബലഹീനമായി പോയി, സൈൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഉള്ളിടത്തുനിന്ന്, ഇത് ആത്മീയ കാര്യമൊന്നുമല്ല. ഇത് ഇറ്റ്സ് നോട്ട് എ വെരി സ്പിരിച്വൽ പവർഫുൾ സ്പിരിച്വൽ ഡൈനാമിക്. ഇത് ആത്മീയ തലമൊന്നുമല്ല പറയുന്നത്, ബയോളജി ഞാൻ ഈ പറയുന്നത്. മെഡിക്കൽ സയൻസ് പ്രൂവ് ചെയ്യുന്ന ബയോളജി പറയുന്നത്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ദുരാത്മ. നോ, ഇറ്റ്സ് നോട്ട് ഈവിൾ സ്പിരിറ്റ്, ഇറ്റ്സ് നോട്ട് ഹോളി സ്പിരിറ്റ്. ഇത് ബയോളജി, ബേസിക് ബയോളജി, സയൻസ് പഠിപ്പിക്കുന്നത്. നീ എന്ത് സംസാരിക്കുന്നോ നിൻ്റെ ശരീരം അത് പിടിച്ചെടുക്കുവാൻ ആവശ്യമുള്ള ഒരു സിസ്റ്റം ാണ് ദൈവം ശരീരത്തിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഐ എം ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ്. നീ എന്ത്, അതുകൊണ്ട് തന്നെ ബൈബിൾ പറയുന്നു, അതുകൊണ്ട് ബലഹീനൻ തന്നെത്താൻ ബലവാൻ എന്ന്. ലെറ്റ് ദ വീക്ക് സേ ഐ എം സ്ട്രോങ്. ചിന്തിക്കട്ടെ എന്നല്ല, ധരിക്കട്ടെ എന്നല്ല, അങ്ങ് ഭാവിക്കട്ടെ എന്നല്ല. ലെറ്റ് ഹിം സേ ഐ എം സ്ട്രോങ്. കാര്യം നീ ബലവാൻ എന്ന് മതിച്ചാൽ, എന്ന് സംസാരിച്ചാൽ, നിൻ്റെ ശരീരം, നിൻ്റെ അസ്ഥികൾ, നിൻ്റെ മാംസം, നിൻ്റെ മസിലുകൾ ആ മെസ്സേജ് ഏറ്റെടുത്ത് നിൻ്റെ ശരീരം ആ സന്ദേശം ഏറ്റെടുത്തിരിക്കും. മറ്റുള്ളവരുടെ മുൻപിൽ പറയണം എന്നല്ല,
Maybe you want to shut the door. വാതിൽ അടച്ചിട്ടിരുന്ന് and synergize it with the power of the Holy Ghost. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അതിനൊന്ന് സിനർജൈസ് ചെയ്ത് പറയണം, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ശരീരത്തിൻ്റെ രോഗങ്ങൾ മാറി, എൻ്റെ ശരീരത്തിൻ്റെ രോഗങ്ങൾ പൂർണ്ണമായി മാറി. ആരോഗ്യമുള്ള ശരീരത്തിനായി സ്തോത്രം. എൻ്റെ ശരീരം ആരോഗ്യവും ബലവുമുള്ളതാണ്. എൻ്റെ ശരീരം അനുഗ്രഹിക്കപ്പെട്ടതാണ്. Speak it out. Let the weak say, I am strong. നീ സംസാരിച്ചാൽ നിന്റെ ശരീരം അത് ഏറ്റെടുത്തിരിക്കും. For I am fearfully and wonderfully made. ഞാൻ ശരീരത്തിൻ്റെ പല കാര്യങ്ങൾ ഇന്ന് പറയണമെന്നുണ്ടായിരുന്നു. ദ സെൻസ് ഫേക്കൽറ്റീസ് ഓഫ് ദ ബോഡി പ്രിഡോമിനൻ്റ്ലി. വൈ? കാര്യം നമ്മുടെ ശരീരം ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി ദൈവസന്നിധിയിൽ എങ്ങനെ അർപ്പിക്കുവാൻ സാധിക്കും? ഹൗ ടു പ്രസൻറ്റ് അവർ ബോഡീസ് ആസ് ലിവിങ് ആൻഡ് ഹോളി ആൻഡ് ലിവിങ് സാക്രിഫൈസസ് അൺ ടു ദ ലോർഡ്. എങ്ങനെ ശരീരത്തെ സമർപ്പിക്കാൻ സാധിക്കും? അതായിരുന്നു എൻ്റെ ഒരു ചിന്താവിഷയം. നമ്മുടെ പ്രാണൻ്റെ ചില തലങ്ങൾ, ദ സെൻസ് ഫേക്കൽറ്റീസ് ഓഫ് ദ സോൾ ആൻഡ് ദ സെൻസ് ഫേക്കൽറ്റീസ് ഓഫ് ദ സ്പിരിറ്റ് മാൻ. ആത്മമനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾ, നമ്മളുടെ പ്രാകൃത മനുഷ്യൻ ഇല്ലെങ്കിൽ നമ്മളുടെ സോൾ പ്രാണൻ്റെ ഇന്ദ്രിയങ്ങൾ. 3 ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങൾ. നമ്മളുടെ ശരീരത്തെ, നമ്മളുടെ മനസ്സിനെ, നമ്മളുടെ ആത്മാവിനെ എങ്ങനെ നിയന്ത്രിക്കണം, എങ്ങനെ സൂക്ഷിക്കണം, എങ്ങനെ ദൈവത്തിൻ്റെ വചനപ്രകാരം സൂക്ഷിക്കണം, അങ്ങനെ ചില കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിച്ചത്. വി ആർ സ്റ്റാർട്ടിങ് ഓഫ് സ്ലോലി. നമ്മുടെ പ്രാണനിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ ഒരു ആശയം വീണ്ടും ഇൻ അനദർ ഡെമെൻഷൻ, അനദർ പെർസ്പെക്റ്റീവ്, മറ്റൊരു കാഴ്ചപ്പാടിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുവാൻ ഒരു സർക്യൂട്ട് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഐ വാസ് സെയിങ്, ഒരു ആണി എടുത്ത് അതിൻ്റെ ചുറ്റും കോപ്പർ വയർ ചുറ്റി ഒരു ഇലക്ട്രിക് സർക്യൂട്ട് ഉണ്ടാക്കി ബാറ്ററിയുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇലക്ട്രിക് ഫീൽഡ്, ആ ഇലക്ട്രിക് സർക്യൂട്ട് കംപ്ലീറ്റ് ആകുമ്പോൾ ആണിക്ക് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ്. ഈ ലൈറ്റിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. ഒരു ഇരുമ്പിൻ്റെ കഷ്ണം ഇവിടെ കൊണ്ടുവന്നാൽ ഇത് ലൈറ്റ് മാത്രമേ ഉള്ളൂ, മാഗ്നറ്റ് ഇല്ല. പകരം ഞാൻ ഈ പറഞ്ഞതുപോലെ സ്കൂളിൽ ഞങ്ങൾ ചെയ്തതുപോലെ ആരെങ്കിലും ഒരു ആണി എടുത്ത് ആ സർക്യൂട്ട് ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ആണിക്ക് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഇന്ന് ഇരുമ്പിൻ്റെ കഷ്ണം എടുത്ത് ലൈറ്റിൻ്റെ അടുക്കൽ കൊണ്ടുവന്നാൽ ഇരുമ്പ് ആകർഷിക്കപ്പെടുകയില്ല. പക്ഷേ ആ സർക്യൂട്ടിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ ഇവിടെ ലൈറ്റ് വരുന്നത് പോലെ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും, ഇരുമ്പ് ആകർഷിക്കപ്പെടും. ഞാൻ ആ ഉദാഹരണം പറഞ്ഞു, മനുഷ്യൻ്റെ പ്രാണൻ അങ്ങനെ ജീവൻ്റെ ശ്വാസം മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ഊതിയപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മാൻ ബിക്കെയിം ആ ലിവിങ് സോൾ. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ആ ദേഹിയെക്കുറിച്ച് പറയുമ്പോൾ വളരെ വ്യക്തമായി സ്പഷ്ടമായി പറയുന്നു, ആ ദേഹി മരിക്കും എന്ന് പറയുമ്പോൾ ലൈറ്റ് സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് ഇല്ലാത്തതുപോലെ ഇലക്ട്രിസിറ്റിയുമുണ്ട്, ബൾബുമുണ്ട്, പക്ഷേ ലൈറ്റ് പോയി എന്ന് പറഞ്ഞതുപോലെ പ്രാണൻ മരിക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ അനേകർ ജെനുവിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചു. ചോദിച്ച ചോദ്യങ്ങൾ, ഒന്ന്, എക്ലീസിയാസ്റ്റസ് ചാപ്റ്റർ നമ്പർ 12 വേഴ്സ് നമ്പർ 7, പൊടിയിലേക്ക് ശരീരം മടങ്ങിപ്പോകും. ശരീരം പൊടിയിൽ നിന്ന് എടുത്തതാകിയാൽ പൊടിയിലേക്ക് മടങ്ങിപ്പോകും. എക്ലീസിയാസ്റ്റസ് 12:7. പകരം ആത്മാവോ ജീവൻ തന്ന ദൈവത്തിങ്കിലേക്ക്, ഇല്ലെങ്കിൽ ആത്മാവിനെ നൽകിയ ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകും. ആത്മാവ് ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകുന്നു. 2, ശരീരം പൊടിയിലേക്ക് മടങ്ങിപ്പോകുന്നു. അങ്ങനെയാണെങ്കിൽ പ്രാണൻ എന്ത് സംഭവിക്കുന്നു? ലൈറ്റ് സ്വിച്ച് ഓഫ് ആയിക്കഴിഞ്ഞാൽ ലൈറ്റ് എവിടെ പോയി? ബൾബ് സ്വിച്ച് ഓഫ് ആയിക്കഴിഞ്ഞാൽ ലൈറ്റ് എവിടെ പോയി? ഇല്ലാതെ പോകുന്നത് പോലെ ദ സോൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. അതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് തന്നെ ഐ തിങ്ക് ഐ പുട്ട് ഇൻ വൺ വേർഡ്, ഒരാശയം മാത്രം പറയുക, കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ. ആ പശ്ചാത്തലത്തിൽ ഒരു ചോദ്യം വന്നത്, അങ്ങനെയാണെങ്കിൽ ആത്മാവ് ദൈവത്തെങ്കിലേക്കും പ്രാണൻ ഒരുപക്ഷെ നരകത്തിലേക്കും ശരീരം പൊടിയിലേക്കും പോകുന്ന ഒരു സാധ്യതയുണ്ടോ? ഇല്ല. കാര്യം ദ സോൾ ഡസ് നോട്ട് എക്സിസ്റ്റ് ആഫ്റ്റർ ദാറ്റ്. സ്പിരിറ്റ് ഗോസ് ടു ഗാഡ്. ആത്മാവ് ദൈവത്തെങ്കിലേക്ക് ചെല്ലും, ശരീരം പൊടിയിലേക്ക് പോകും, പ്രാണൻ ഡസ് നോട്ട് എക്സിസ്റ്റ്. ആ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്, ഈ ലൈറ്റ് പോകുന്നത് പോലെ സോൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. സോൾ റിസറക്ഷൻ ഉണ്ട്, കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, ഇന്നും പറയാം. അങ്ങനെയാണെങ്കിൽ ആത്മാവ് ദുഷ്ടൻ്റെയും വിശുദ്ധൻ്റെയും ആത്മാവ് ഒരുമിച്ച് ദൈവത്തിങ്കിലേക്കാണോ പോകുന്നത്? പ്രത്യേകിച്ചും എക്ലീസിയാസ്റ്റസ് 12 പഠിച്ചാൽ, റിമെമ്പർ നൗ ദൈ ക്രിയേറ്റർ ഇൻ ദ ഡേയ്സ് ഓഫ് ദൈ യൂത്ത്. നിനക്ക് ആരോഗ്യമുള്ളപ്പോൾ നിൻ്റെ യൗവനത്തിൽ നിൻ്റെ സൃഷ്ടിതാവിനെ നീ അന്വേഷിക്കുക. ആ ഒരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞു വരുമ്പോൾ ദൈവത്തിങ്കിലേക്ക് ആത്മാവ് മടങ്ങിപ്പോകും എന്ന് പറഞ്ഞാലും, ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അധികാരത്തിൽ ദൈവം നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ധനവാന്റെ ആത്മാവ് നരകത്തിലേക്കും യാതനാസ്ഥലത്തേക്കും, ലാസറിൻ്റെ ആത്മാവ് അബ്രഹാമിൻ്റെ മടിയിലേക്കും എടുക്കപ്പെട്ടതുപോലെ ദൈവ നിയുക്തമായ സ്ഥാനങ്ങളിലേക്ക് ആത്മാവ് പോകും. ദൈവത്തിൻ്റെ അധികാരത്തിൽപ്പെട്ട ഇടങ്ങളിലേക്ക് അത് മടങ്ങി
ചെല്ലും എന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു. 2, യെശയ്യാ പ്രവചനത്തിലുള്ളൊരു വാക്യം എടുത്തുദ്ധരിച്ച് ചോദിച്ചു, ദ ഡെത്ത് ഓഫ് ദ സോൾ, പ്രാണൻ മരിക്കുമെന്നുള്ളത്, എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കണം എന്നുള്ള വാക്യം. ലെറ്റ് മി ജസ്റ്റ് പുട്ട് ഇറ്റ് ഇൻ എ ഫ്യൂ ഷോർട്ട് വേർഡ്സ്. പ്രാണൻ മരിക്കാതിരിക്കുവാൻ നമ്മൾ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കണം. പക്ഷേ നമ്മളുടെ പ്രാണൻ മരിക്കുക എന്ന് പറഞ്ഞാൽ പ്രാണൻ വീണ്ടും റിസറക്ഷൻ്റെ ആവശ്യമുള്ളതുപോലെ ഇല്ലാതായി പോകും. സോൾ റിസറക്ഷൻ്റെ ആവശ്യമുള്ളതുപോലെ ഇല്ലാതായി പോകും. ദാറ്റ്സ് എ വെരി പവർഫുൾ തോട്ട്. കീപ് ദാറ്റ് ദെയർ. 3, യേശു 3 ദിവസങ്ങൾ തൻ്റെ ശരീരം കല്ലറയിലായിരുന്നപ്പോൾ പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നു, ആഴങ്ങളിലേക്ക് ഇറങ്ങി ആ ആത്മാവ് മരിച്ചുപോയ ആത്മാക്കളോട് ദൂതറിയിച്ചു. സ്പിരിറ്റ്സ് ഇൻ ദ ഹെഡീസ്, പാതാളത്തിലുള്ള ആത്മാക്കളോട് യേശു ആത്മാവിൽ ചെന്ന് സുവിശേഷം അറിയിച്ചു. He preached the gospel. He preached the gospel to the souls in hell. നരകത്തിൽ ഇല്ലെങ്കിൽ പാതാളത്തിൽ കിടക്കുന്നവരോട് ആത്മാക്കളോട് യേശു സുവിശേഷം അറിയിച്ചു. Now let's come back. Why the soul ceased to exist and how do we know? കാര്യം നമ്മളുടെ ശരീരത്തിന് നമ്മൾ ആത്മീയ ജീവിയായ മനുഷ്യന്, നമ്മുടെ സ്പിരിറ്റിന് വസിക്കുവാനുള്ളൊരു ശരീരമാണ്, ഭവനമാണ് നമ്മളുടെ മൺകൂടാരം. ഈ മൺകൂടാരം അഴുകിപ്പോയാൽ ദൈവം കൈപ്പണിയല്ലാത്ത മറ്റൊരു ശരീരം നമ്മൾക്ക് തരും. ആ ശരീരത്തിലേക്ക് നമ്മളുടെ ആത്മാവ് മടങ്ങി വരുമ്പോൾ നമ്മളുടെ സോൾ വിൽ ബി റിസറക്റ്റഡ്. സോ വാട്ട് ദെൻ ഇസ് സോൾ? സോൾ, പ്രാണൻ എന്നുള്ളത് ആത്മാവിൻ്റെ ഇൻ്റലിജൻസ്, ആത്മാവിൻ്റെ ഇമോഷൻസ്, വികാരങ്ങൾ, ആത്മാവിൻ്റെ ഡിസിഷൻസ് എടുക്കുവാനുള്ള സീറ്റ്, അതിൻ്റെ ഇരിപ്പിടമാണ് പ്രാണൻ. ഇൻ അതർ വേർഡ്സ്, പ്രാണനില്ലാത്ത ആത്മാവെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ നേക്കഡ് സ്പിരിറ്റ്. നമ്മൾ വസ്ത്രം ധരിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് പോലെ ആത്മാവ് അതിൻ്റെ പ്രദർശനങ്ങൾക്കും മറ്റുള്ളവരുടെ മുൻപിൽ ഇല്ലെങ്കിൽ ലോകത്തിൽ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ് സോൾ. നമ്മളുടെ തെരഞ്ഞെടുപ്പുകൾ, തീരുമാനങ്ങൾ, റീസണിങ്. പ്രാണൻ്റെ ഇന്ദ്രിയങ്ങളെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ദിസ് കൺസെപ്റ്റ് വിൽ ബി വെരി ക്ലിയർ. ഇന്നത് തുടർന്ന് എനിക്കുണ്ടായിരുന്നു. ദ സെൻസ് ഫെക്കൽറ്റീസ് ഓഫ് ദ സോൾ, പ്രാണൻ്റെ ഇന്ദ്രിയങ്ങൾ. കാര്യം ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളും പ്രാണൻ്റെ ഇന്ദ്രിയങ്ങളും ആത്മാവിൻ്റെ ഇന്ദ്രിയങ്ങളും മനസ്സിലാക്കി, ശരീരത്തിന് വസ്ത്രം ആവശ്യമുള്ളതുപോലെ, മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ വരുമ്പോൾ വസ്ത്രം ആവശ്യമുള്ളതുപോലെ ആത്മാവിനെ ആക്കിയിരിക്കുന്ന തലങ്ങളിൽ, സ്വർഗസ്ഥലങ്ങളിൽ, ബൈ ദ വേ ഇറ്റേണിറ്റിക്ക് അകത്ത് വരുമ്പോൾ വി ഹാവ് നോ ക്ലൂ വാട്ട് ഇറ്റേണിറ്റി ഈസ് ഓൾ അബൌട്ട്. എങ്കിലും നിത്യതയിൽ ചെല്ലുമ്പോൾ വ്യത്യസ്ത ശരീരങ്ങളിൽ, വ്യത്യസ്ത കോസ്മോസുകളിലാണ് നമ്മളുടെ ശരീരങ്ങൾ മാറ്റപ്പെടുവാൻ പോകുന്നത്. എല്ലാവരും ഒരു സ്ഥലത്താണെന്ന് വിചാരിക്കല്ല. സൂര്യനെ പോലെ പ്രഭയുള്ള ശരീരമുള്ള ചിലർ, ദർ കോസ്മോസ് വിൽ ബി ഡിഫറെൻറ്റ്. ഇന്ന് ഭൂമിയിലായിരിക്കുന്ന എല്ലാവരും ഒരേ അറ്റ്മോസ്ഫിയറിലാണ്. പക്ഷേ സ്വർഗത്തിൽ ചെല്ലുമ്പോഴത്തെക്കുറിച്ചല്ല പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വരും കാലം നിത്യതയിൽ കടക്കുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ അറിയുന്നില്ല. ഇറ്റ്സ് നോട്ട് റിവീൽഡ് യെറ്റ് വാട്ട് ഷൽ ഹാപ്പൻ ടു അസ്. അന്ന് നിശ്ചയമായിട്ടും ബൈബിൾ പറയുന്നു, വ്യത്യസ്ത ശരീരങ്ങൾ പ്രാപിച്ചവർ, ആ ശരീരങ്ങളിലേക്ക് നമ്മളുടെ ആത്മാവ് മടങ്ങി വരുമ്പോൾ നമ്മളുടെ പ്രാണൻ അതിനനുസരിച്ച് വ്യത്യസ്തമായി മാറും. ആ പ്രാണനുസരിച്ച് നമ്മൾ വരും കാലം നിത്യതയിലുള്ള കോസ്മോസിൽ വ്യത്യസ്ത തലങ്ങളിലായിരിക്കും. അവിടുത്തെ കിരീടങ്ങളോ അവിടുത്തെ സ്ഥാനമാനങ്ങളോ ഒന്നിനെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള, ഗ്രഹിക്കുവാനുള്ള വൊക്കാബുലറി, ആശയങ്ങൾ നമ്മൾക്കില്ലാത്തതിനാൽ അതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നില്ല. പകരം ഇതിനുശേഷം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വരുംകാലം നിത്യതയ്ക്ക് മുൻപുള്ള ചില കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അവിടെ തന്നെ നമ്മളുടെ ശരീരങ്ങൾക്ക് മാറ്റമുണ്ടാകും. ആ മാറ്റമുള്ള ശരീരത്തിൽ ആത്മാവ് പ്രവേശിക്കുമ്പോൾ അവർ സോൾസ് വിൽ ബി റിസറക്റ്റഡ്. നമ്മളുടെ പ്രാണൻ വീണ്ടും ലൈറ്റ് കത്തുന്നത് പോലെ, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് വീണ്ടും ഉണ്ടാകുന്നത് പോലെ, ആത്മാവിന് വസ്ത്രം എന്നതുപോലെ. ദാറ്റ്സ് എ റോങ് എക്സ്പ്രഷൻ, പക്ഷേ ഫോർ എ ലാക്ക് ഓഫ് എ ബെറ്റർ വേർഡ്, അതിനേക്കാൾ നല്ലൊരു വാക്ക് എനിക്കിപ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ ഇല്ലാത്തതും കൊണ്ട് ദയവായിട്ട് അതൊരു ഡോക്ടറിനായിട്ട് എടുക്കല്ല. കാര്യം പ്രാണൻ ആത്മാവിൻ്റെ വസ്ത്രമാണെന്ന് പറഞ്ഞാൽ ടെക്നിക്കലി ഐ എം നോട്ട് ഓൺ ഡോട്ട്, അത് കറക്റ്റ് അല്ല. പക്ഷേ ജസ്റ്റ് ടു എക്സ്പ്രസ് ദി ഐഡിയ, നമ്മളുടെ ആത്മാവിൻ്റെ എക്സ്പ്രഷനാണ് നമ്മളുടെ സോൾ. ആത്മാവിൻ്റെ എക്സ്പ്രഷൻ, ആത്മാവിൻ്റെ പ്രദർശനം നമ്മളുടെ പ്രാണനാണ്. ഇല്ലെങ്കിൽ നമ്മളുടെ പ്രാണൻ്റെ വികാരങ്ങൾ, ദൈവം ആത്മാവാകുന്നു. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആത്മാവായ ദൈവത്തെ പോലെ വികാരങ്ങളുള്ള വികാരജീവിയായി മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ മനുഷ്യൻ്റെ വികാരങ്ങൾ ആത്മാവിലുള്ളത് അത് പ്രാണനിൽ പ്രതിഫലിക്കും. ഇറ്റ് റിഫ്ലെക്ട്സ് ഇൻ ദ സോൾ. ആ പ്രാണൻ അത് കറപ്റ്റായിപ്പോയി, പാപത്താൽ കറപ്റ്റായിപ്പോയി. പാപത്താൽ കറപ്റ്റാകാത്ത, പാപത്താൽ
ദ്രവത്വത്തിന് അടിമപ്പെടാത്ത ഒരു പ്രാണൻ ദൈവം പുതിയ ശരീരത്തിൽ നമ്മൾക്ക് തരും. ആ ശരീരത്തിൽ വരുമ്പോൾ വരുന്ന പ്രാണനിൽ പാപത്തിൻ്റെ പരിണിത ഫലങ്ങൾ ഇല്ലാത്തതാകിയാൽ നമ്മളുടെ ആത്മാവിൻ്റെ വികാരങ്ങൾ, വിചാരങ്ങൾ, തിരഞ്ഞെടുപ്പുകൾ, തീരുമാനങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും. പക്ഷേ അതിൻ്റെ പവർ മാറുവാൻ പറയുന്ന ഈ ശരീരത്തിലിരിക്കുമ്പോൾ ഏറ്റവും നല്ലത് ചെയ്ത് നിനക്ക് ആത്മാവിൽ നടന്ന് ഏറ്റവും നല്ല ഒരു ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിക്കുവാൻ pay the price, വില മുടക്കി നിന്റെ ജീവിതം സൂക്ഷിക്കുക. ഒരു ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ സാധിക്കുമോ? താങ്ക് യു ലോർഡ് ഫോർ വി ആർ ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ്. നമ്മുടെ ഫ്യൂച്ചർ ഇസ് അൺബിലീവബിൾ. ഈ ഭൂമിയിലുള്ളത് മാത്രമല്ല, നമ്മൾക്ക് വരുവാനുള്ള സ്വർഗത്തിലും അതിനപ്പുറം വരുവാനുള്ള നിത്യതയിലും ആർ ഫ്യൂച്ചർ ഇസ് ഇൻകംപ്രിഹെൻസിബിൾ. നമ്മൾക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്തൊരു ഭാവിയാണ് നമ്മൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. ആ ഭാവി ആരും നഷ്ടമാക്കാതിരിക്കുവാൻ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള ഓരോരുത്തരുടെ അകത്തേക്ക് ആത്മാവിൻ്റെ പ്രകാശം, വെളിച്ചം പകർന്ന് ആത്മാവിൻ്റെ കാഴ്ചപ്പാടുകൾ തന്ന് ഞങ്ങൾ അടുത്ത തലത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ ആഴത്തിൽ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ഹല്ലേലൂയ ദൈവ പദ്ധതികൾക്കനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ താഴ്ത്തി സമർപ്പിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളെ അത്ഭുതകരമായി സൃഷ്ടിച്ചിരിക്കുന്നതിൻ്റെ പൂർണ്ണത ഗ്രഹിച്ച് അതിനനുസരിച്ച് ജീവിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചാലും പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.